എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിന്ധു മധു. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ ബഹുമാന്യരായ എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഇന്ന് ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാനെത്തിയ ശ്രീമതി ജസീന്ത മോറിസ്, കവിയത്രിയും മോഡലും അഭിനേത്രിയും സാമൂഹ്യ പ്രവർത്തകയുമാണ്. മാഡത്തിനും അതുപോലെ കവിയും സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനും ചവറ ഫ്രണ്ട്സ് തരംഗം പ്രസിഡൻറ്റുമായ ശ്രീ ആസാദ് ആശീർവാദ് സാർ, അതുപോലെ നാടക സീരിയൽ നടനും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ ബഹുമാന്യനായ ശ്രീ ഗോപകുമാർ സാർ എന്നിവർക്കും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മറ്റെല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഭാരത് സേവക് സമാജിൽ എൻ്റെ കർമ്മധീരരായ സഹപ്രവർത്തകർക്കും എൻ്റെ പ്രണാമം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമായി നിലനിൽക്കുകയും ഇന്ത്യൻ ജനതയുടെ ഭാവി സ്വപ്നങ്ങൾക്ക് പര്യായമായി വളർന്നു വരികയും ചെയ്ത ഭാരത് സേവക് സമാജ് അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് 74 വർഷങ്ങൾ പൂർത്തിയാവാൻ പോവുകയാണ്. 1905 പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായ ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നേതൃത്വത്തിൽ രൂപമെടുത്ത സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പുനർനാമകരണം ചെയ്യപ്പെട്ട പേരാണ് ഭാരത് സേവക് സമാജ്. 1952 ന്യൂഡൽഹിയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തോട് അഭിസംബോധന ചെയ്യവേ ഭാരത് സേവക് സമാജ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം വരികയാണെന്നും അത് ഭാരതത്തിലെ യുവതിയുവാക്കളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായിട്ട് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. തുടർന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റും പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷനും പിൽക്കാലത്ത് ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററുമായിരുന്ന ശ്രീ ഗുൽസാർലാൽ നന്ദ ആദ്യ ചെയർമാനുമായി നിയമിതനായി. തുടർന്ന് രണ്ടാമത്തെ ചെയർമാനായി സ്വാമി ഹരിനാരായണാനന്ദജിയും മൂന്നാമത്തെ ചെയർമാനായിട്ട് ഡോക്ടർ BS ബാലചന്ദ്രൻ സാറും നിയമിതനായി. കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1952 പാർലമെന്റിന്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടുകൂടി സ്ഥാപിതമായ ഭാരത് സേവക് സമാജ് ദേശീയ വികസന ഏജൻസിയാണ്. അനേകായിരം പ്രവർത്തകരുടെ രാഷ്ട്ര നിർമ്മാണം ലക്ഷ്യമാക്കിയുള്ള സ്വയം സമർപ്പിത സേവനമാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തുടനീളം നടത്തിവരുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കം നിൽക്കുന്നവരും സമൂഹത്തിലെ ദുർബലരുമായ ജനങ്ങളെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കുക എന്നുള്ളതാണ് BSSന്റെ മുഖ്യമായ ലക്ഷ്യം. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും വികസനം ഉറപ്പാക്കുന്നത് അവിടുത്തെ ഗ്രാമങ്ങളുടെയും ഗ്രാമീണ ജനതയുടെ ഉന്നമനത്തിലൂടെയാണ് എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും വിദേശങ്ങളിലുമായി 10,000-കണക്കിന് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തി വരുന്നു. ഇതിനു പുറമെ വ്യാവസായിക മേഖല, കാർഷിക മേഖല, പുസ്തക പ്രസിദ്ധീകരണ മേഖല, IT മേഖല, സോളാർ മേഖല, കമ്മ്യൂണിറ്റി ബാങ്കിംഗ് മേഖല, മൈക്രോ ഫിനാൻസ് മേഖല, അങ്ങനെ ധാരാളം മേഖലകളിലാണ് ഭാരത് സേവക് സമാജ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ഇന്ന് നമ്മുടെ സമ്മേളനത്തിന് സമയം എത്തിയിരിക്കുകയാണ്. ബഹുമാന്യനായ BSSന്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സമ്മേളനം ഉടൻ തുടങ്ങിയാണ്. ദേശീയ ഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे।
സ്വാഗതം ആശംസിക്കുന്നതിനായി BSSന്റെ ഡയറക്ടർ ജനറൽ ശ്രീമതി ജയ ശ്രീകുമാർ അവരെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഭാരത് സമാജിൻ്റെ ഈ മാസത്തെ ഭാരത് സേവ ഉപഹാര സമർപ്പണ ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരത് സമാജിനെ പറ്റി എല്ലാവർക്കും അറിവുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭാരത് സമാജ് 1952 ദേശീയ വികസന ഏജൻസിയായി രൂപം പ്രാപിക്കുകയും സമൂഹത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ ജനപങ്കാളിത്തോടുകൂടി നടപ്പാക്കുവാനായി കർമ്മനിരതമായി രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ് ഭാരത് സമാജ്. ഭാരത് സമാജിൻ്റെ ആദ്യകാല നേതാക്കൾ എന്ന് പറയുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഗുൽസാർലാൽ നന്ദാജിയും ഒക്കെയായിരുന്നു. അതിൽ ആദ്യ മെമ്പർ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കരിയായ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. അങ്ങനെ രാഷ്ട്രീയമായും സാമൂഹ്യമായും ധാരാളം പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനമായാണ് ഭാരത് സമാജ് സമൂഹത്തിലേക്ക് പ്രവർത്തനങ്ങളുമായി ഇറങ്ങി വന്നത്. ആദ്യത്തെ ചെയർമാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അത് കഴിഞ്ഞിട്ട് സ്വാമി ഹരിനാരായണന്ദ, അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ സാറാണ്. നമുക്കറിയാം, ഒരു സൗത്ത് ഇന്ത്യയിൽ നിന്നൊരു നേതാവ് ഭാരത് സമാജിൻ്റെ ദേശീയ തലത്തിലേക്ക് എത്തണമെങ്കിൽ എന്തുമാത്രം ആ നേതാവിന് എന്തുമാത്രം പ്രതിബദ്ധതയുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എത്രമാത്രം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഭാരത് സമാജിനെ ഇന്ന് നിലയിൽ കാണുന്ന വിധത്തിൽ ആക്കിയത് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് കീഴിലാണ്. ഭാരത് സമാജ് ഇന്ന് ഏത് പ്രവർത്തനവും ഏറ്റെടുത്ത് നടത്താൻ സമൂഹത്തിൽ തയ്യാറാണ് എന്നുള്ളത് പറയുന്ന ആ ഒരു ലീഡർഷിപ്പിൻ്റെ കീഴിലാണ്, ആ ഒരു ഗൈഡൻസിൻ്റെ കീഴിലാണ്. അതുപോലെ തന്നെ ഭാരത് സമാജിൻ്റെ പ്രവർത്തകരെയെല്ലാം ഒന്നായി കണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു കഴിവാണ് ഭാരത് സമാജിനെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചിട്ടുള്ളത്. ഭാരത് സമാജിൻ്റെ പ്രവർത്തനങ്ങൾ പറയുമ്പോൾ ഭാരത് സമാജ് കൈവെക്കാത്ത മേഖലകൾ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്കറിയാം. ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങൾക്കുള്ള സ്വയം സഹായ പദ്ധതി മുതൽ ഏറ്റവും ടോപ്പ് എൻഡിലുള്ള പരിശീലന പദ്ധതികൾ വരെ ഭാരത് സമാജ് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഇന്നാണെങ്കിൽ നോൺ കൺവെൻഷണൽ എനർജി വിഭാഗത്തിൽ സോളാർ ഇൻസ്റ്റലേഷൻ പ്രോഗ്രാം ഭാരത് സമാജ് സംസ്ഥാനമെമ്പാടും നടത്തി വരികയാണ്. അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസ്, കമ്മ്യൂണിറ്റി ബാങ്കിങ്, തൊഴിൽ പരിശീലനങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റുമായിട്ടും അതുപോലെ തന്നെ വേൾഡ് സ്കിൽ കൗൺസിലുമായിട്ടും ബന്ധപ്പെട്ടാണ് തൊഴിൽ പരിശീലന പരിപാടികൾ ഭാരത് സമാജ് നടത്തി വരുന്നത്. ഭാരത് സമാജിൻ്റെ തൊഴിൽ പരിശീലനത്തിലൂടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് ജോലി നേടാനും അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനും സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പറയുകയാണ്, അഗ്രികൾച്ചർ വിഭാഗത്തിൽ ധാരാളം പ്രവർത്തനങ്ങളാണ് ഭാരത് സമാജ് നടത്തി വരുന്നത്. അതേപോലെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ആണെങ്കിലും മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ ആണെങ്കിലും അങ്ങനെ പരിസ്ഥിതി പ്രവർത്തനങ്ങളാണെങ്കിലും ഏത് പ്രവർത്തനങ്ങളും ഭാരത് സമാജ് ഏറ്റെടുത്താൽ അത് അങ്ങേയറ്റം ഭംഗിയായി നടത്താൻ കഴിയുമെന്നുള്ളത് ഭാരത് സമാജിൻ്റെ ഒരു വിശ്വാസമാണ്. അത് നമുക്ക് നമ്മുടെ ചെയർമാൻ പകർന്നു തന്നിട്ടുള്ള ഒരു വിശ്വാസം തന്നെയാണ്. അങ്ങനെ ഭാരത് സമാജിൻ്റെ പ്രവർത്തകരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും അതുപോലെ ഭാരത് സമാജിൻ്റെ പ്രവർത്തകരായി മാറ്റുന്നതിന് വേണ്ടി, സമൂഹത്തെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഭാരത് സമാജ് ഉപഹാര സമർപ്പണം നമ്മൾ ആലോചിച്ചത്. ഭാരത് സമാജിൻ്റെ ഫൗണ്ടേഷൻ ദിനമായ ഓഗസ്റ്റ് 12, 2021 ആരംഭിച്ച ഈ പരിപാടി ഭാരത് സമാജ് എന്തുകൊണ്ടാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്. അവരെ എല്ലാം കണ്ടുപിടിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരികയും അവർക്ക് കൂടുതൽ കർമ്മനിരതരാകാനുള്ള ഒരു പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ് ഈ ദേശീയ ഉപഹാര സമർപ്പണത്തിലൂടെ ഭാരത് സമാജ് ലക്ഷ്യമിടുന്നത്. ഇതൊരു ദേശീയ ഉപഹാരമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ബയോഡേറ്റ വായിക്കുമ്പോൾ ധാരാളം ഉപഹാരങ്ങൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഭാരത് സമാജിനെ പറ്റിയും ഒരു ദേശീയ ഉപകാരമാണ്, ദേശീയ നിലവാരത്തിലുള്ള ഒരു ഉപകാരമാണ് ഭാരത് സമാജ് നിങ്ങൾക്ക് നൽകുന്നത്. അതിൻ്റെ പ്രധാന ലക്ഷ്യം നിങ്ങളെ കൂടുതൽ കർമ്മോജ്വലരാക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഒന്നിച്ച് കൂടുതൽ കർമ്മനിരതരാകുകയും അതുപോലെ സമൂഹത്തിലുള്ള പുതിയ തലമുറയ്ക്ക് ഈ ഒരു പ്രചോദനമായി മാറുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് ഭാരത് സമാജ് ഈ പരിപാടിയിൽ കൂടെ ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ ഒരു കാര്യവും നടക്കത്തില്ല. ഭാരത് സമാജിൻ്റെ പ്രവർത്തകർ പോലെ ധാരാളം പ്രവർത്തകർ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ രാഷ്ട്രത്തിന് ഓരോ മേഖലയിലും പുരോഗതി ഉണ്ടാവുന്നത്. ഒരു ചെറിയ കാര്യമാണെങ്കിലും ഓരോരുത്തരും ചെയ്യുന്ന രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ ഒരു പങ്കാളിത്തമാണ് അവർ വഹിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോരുത്തരെ ഇവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ ഒരു പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്നിവിടെ ഏകദേശം 35 പേരാണ് പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത്. ധാരാളം മേഖലകളിൽ നിന്ന്, വ്യത്യസ്ത മേഖലകളിൽ നിന്നാണ് ഓരോരുത്തരും വന്നിട്ടുള്ളത്. പലരും പല വേറിട്ട മേഖലകൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇവിടെ ഇത്രയും പേരൊന്നിച്ച് ഈ വേറിട്ട മേഖലകളിൽ എല്ലാവരും കൂടെ വന്നിച്ചിരുന്ന് കാണുമ്പോൾ തന്നെ ഭാരത് സമാജിൻ്റെ പ്രവർത്തനം എന്തുമാത്രം വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നതാണ്. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭാരത് സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭാരത് സമാജിൻ്റെ ഡയറക്ടർ ജനറൽ മഞ്ജു ശ്രീകണ്ഠൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മഞ്ജുവിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട്
ഈ ചടങ്ങിൽ എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോരുത്തരെയും നമ്മൾ പേരെടുത്ത് വിളിച്ച് സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരുടെ പേരെടുത്ത് വിളിക്കുമ്പോൾ അവരിവിടെ വന്ന് നിൽക്കുകയും ഓഡിയൻസിനെ ഫേസ് ചെയ്ത് നിന്നാൽ എല്ലാവരെയും കാണാൻ പറ്റും. ഒരു ബ്രീഫ് ബയോഡേറ്റ ഇവിടെ ഞാൻ വായിക്കും. ബയോഡേറ്റ വായിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ തന്ന ബയോഡേറ്റയിൽ നിന്ന് വളരെ ചുരുക്കിയാണ് ബയോഡേറ്റ വന്നിട്ടുള്ള കാര്യം. വിദ്യാഭ്യാസ യോഗ്യതയോ അതുപോലെ കിട്ടിയിട്ടുള്ള അവാർഡുകളുടെ എണ്ണമോ ഒക്കെ കുറച്ചായിരിക്കും വായിക്കുന്ന കാര്യം. സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് അതെല്ലാം കുറച്ച് കട്ട് ചെയ്തിട്ടായിരിക്കും വായിക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന് തുല്യമായ ഒരു വെബ്സൈറ്റാണ്. അതിൽ ഇതുവരെയുള്ള എല്ലാവരുടെയും ബയോഡേറ്റ വിശദമായി തന്നെ അതിൽ കൊടുക്കുന്നുണ്ട്. ആ ബയോഡേറ്റയിൽ നോക്കിയാൽ ആർക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഭാരത് സേവക് ഓണറിന് അർഹനായതെന്നുള്ള മനസ്സിലാവും. ആ രൂപത്തിലുള്ള ഒരു വെബ്സൈറ്റ് എല്ലാവർക്കും വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ എല്ലാ വിശദ വിവരങ്ങളും അതിനകത്തുണ്ടാക്കും. അപ്പോൾ പേര് വായിക്കുമ്പോൾ കുറച്ച് വിശദാംശങ്ങൾ കുറയും. ഓരോരുത്തരും ഇവിടെ വന്ന് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് നിൽക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ആദ്യമായി ശ്രീ മുഹമ്മദ് കെ. ഇദ്ദേഹം കോഴിക്കോട് ജവഹർനഗർ സ്വദേശിയാണ്. ആർക്കിയോളജിസ്റ്റ്, പത്മശ്രീ ജേതാവാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, മദ്രാസ്, ഗോവ, പാട്ന, ബീഹാർ, ആഗ്ര UP, ഛത്തീസ്ഗഡ്, ഭോപ്പാൽ, ഡൽഹി എന്നിവിടങ്ങളിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റും ഓഫീസ് തലവനുമായി പ്രവർത്തിച്ചു. തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, റെഡ് ഫോർട്ട്, ഡൽഹിയിൽ നോർത്ത് റീജിയണൽ ഡയറക്ടറായി വിരമിച്ചു. നക്സൽ ഗ്രൂപ്പുമായി സഹകരിച്ച് ദന്തേവാഡ, ജഗൽപൂർ, ഛത്തീസ്ഗഡിലെ ബർസൂർ, സംലൂർ ക്ഷേത്രങ്ങൾ സംരക്ഷിച്ചു. ചമ്പൽ താഴ്വരയിൽ ചിതറിക്കിടന്ന ക്ഷേത്രഭാഗങ്ങൾ ചേർത്ത് 80 ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ചു. അനധികൃത ഖനനം ആ പ്രദേശത്ത് വിജയകരമായി നിർത്തലാക്കാൻ കഴിഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗമായി ഡൽഹിയിലെ 46 സ്മാരകങ്ങൾ നവീകരിക്കൽ ഏറ്റെടുത്ത് പൂർത്തിയാക്കി. ഫത്തേപൂർ സിക്രിയിൽ അക്ബർ നിർമ്മിച്ച ഉത്തരേന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ ചാപ്പൽ കണ്ടെത്തി. ഓൾഡ് ഗോവയിൽ നിന്ന് ചൈനീസ് ലിഖിതങ്ങളുള്ള ചൈനീസ് മൺപാത്ര ശകലങ്ങൾ ശേഖരിച്ചു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ ഗുഹകൾ, ഡോൾമൺ എന്നിവ കണ്ടുപിടിച്ചു. ബീഹാർ രാജഗൃഹത്തിൽ ബുദ്ധസ്തൂപം കണ്ടെത്തി ഖനനം നടത്തി. കുർദിനാഥ ദേവ ക്ഷേത്രം അതിൻ്റെ യഥാർത്ഥ സ്ഥലത്ത് നിന്ന് 20 കിലോമീറ്റർ അകലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിൽ പ്രവർത്തിച്ചു. മധ്യപ്രദേശ് ഓംകാരേശ്വർ ചൗബീസ് അവതാർ ക്ഷേത്രവും മാറ്റി സ്ഥാപിച്ചു. ബഡേശ്വർ ക്ഷേത്ര സംരക്ഷണത്തിന് സാർക്ക് എൻവയോൺമെൻറ്റൽ അവാർഡ്, മഹാഭാരതത്തിലെ പ്രാചീന ബുദ്ധ പൈതൃകം പുനരുദ്ധരിച്ചതിന് ശ്രീലങ്ക മഹാബോധി സൊസൈറ്റി അവാർഡ്, റീച്ച് ഫൗണ്ടേഷൻ അവാർഡ്, ആർക്കിയോളജി ഹെറിറ്റേജ് കൺസർവേഷനിലെ മികച്ച സേവനത്തിന് ഇന്ത്യയുടെ 4ാമത്തെ പ്രധാന പൗര ബഹുമതിയായ പത്മശ്രീ അവാർഡ്, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്, ശ്രീ സത്യസായി അവാർഡ് ഫോർ ഹ്യൂമൻ എക്സലൻസ്, സാഞ്ചി സ്തൂപം മികച്ച രീതിയിൽ പരിപാലിക്കുകയും ടൂറിസ്റ്റ് സൗഹൃദ സ്മാരകമായി നിലനിർത്തുകയും ചെയ്തതിന് ദേശീയ അവാർഡായ ലോക ഹെറിറ്റേജ് സൈറ്റ്, ഖുത്തബ് മീനാർ ടൂറിസ്റ്റ് സൗഹൃദ സ്മാരകത്തിന് വേണ്ടി ദേശീയ അവാർഡ്. ഇങ്ങനെ ധാരാളം അവാർഡുകൾ അദ്ദേഹത്തിന് ഈ മേഖലയിൽ കിട്ടിയിട്ടുണ്ട്. പ്രത്യേക ദൗത്യങ്ങളുമായി വന്ന പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷാറഫ്, ചൈനീസ് പ്രധാനമന്ത്രി ഷു റോൺജി, തായ്ലൻഡ് പ്രധാനമന്ത്രി തക്സിൻ ഷിനവത്ര, ഫ്രാൻസ് പ്രധാനമന്ത്രി ഷോൺ പിയർ റഫറിൻ, ജർമ്മൻ പ്രസിഡന്റ് ഹോസ്റ്റ് കോഹ്ലർ, അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ, സിംഗപ്പൂർ പ്രൈം മിനിസ്റ്റർ തുടങ്ങിയ രാഷ്ട്രതലന്മാരെ ഇന്ത്യയുടെ വിവിധ സ്മാരകങ്ങളിൽ ഇദ്ദേഹമാണ് സ്വാഗതം ചെയ്യാറുണ്ടായിരുന്നത്. 22ഓളം അക്കാഡമിക് ലേഖനങ്ങൾ രചിച്ചിട്ടുണ്ട്. 14 ജനപ്രിയ ലേഖനങ്ങൾ, 2 ഹിന്ദി ലേഖനങ്ങൾ, 7 മലയാളം ലേഖനങ്ങൾ എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാനൊരു ഭാരതീയൻ എന്ന പുസ്തകം ആദ്യം മലയാളത്തിൽ എഴുതി തുടർന്ന് ഹിന്ദി, തമിഴ്, തെലുഗു, കന്നഡ, ബംഗാളി, ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു. ചമ്പൽക്കാടിലെ മണിനാദങ്ങൾ എന്ന വേറെ പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിലവിൽ ആഗാഖാൻ ട്രസ്റ്റ് ഫോർ കൾച്ചറിൽ HYEDന്റെ പ്രോജക്റ്റ് ആർക്കിയോളജിക്കൽ ഡയറക്ടർ, ICHRന്റെ നാഷണൽ ഫെലോ എന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ ന്യൂഡൽഹി പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി അംഗം, കൊൽക്കത്ത ഭാവി വികസന ടാസ്ക് ഫോഴ്സ് അംഗം, ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ അംഗം, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് അംഗം, ഉത്തർപ്രദേശ് രാംപൂർ റസ ലൈബ്രറി അംഗം എന്നീ നിലകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. ആർക്കിയോളജിക്കൽ ഹെറിറ്റേജ് കൺസർവേഷൻ എന്ന മേഖലയിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. അടുത്തായി നമുക്ക് ഏവർക്കും പരിചിതനായ ശ്രീ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്. തൃശ്ശൂർ കുന്നംകുളം സ്വദേശി, വാസ്തുശാസ്ത്രം, കേരള ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക വകുപ്പ് ഡീൻ, നെതർലൻഡ്സ് മഹർഷി മഹേഷ് യോഗി വേദിക് യൂണിവേഴ്സിറ്റിയുടെ ഡീൻ, കോഴിക്കോട് വാസ്തുവിദ്യാ പ്രതിഷ്ഠാനത്തിൻ്റെ ചെയർമാൻ, തിരുവനന്തപുരം വാസ്തു അക്കാദമിയുടെ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. വാസ്തുദേവനായ ബ്രഹ്മശ്രീ കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ചെറുമകനാണ് ഇദ്ദേഹം. വേദങ്ങൾ, ജ്യോതിഷം, ജ്യോതിശാസ്ത്രം, വാസ്തു എന്നിവയിൽ സമർത്ഥൻ. സമകാലിക സമൂഹത്തിന് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സംഭാവന വിവിധ വേദങ്ങൾ, ഉപനിഷത്തുകൾ, വേദാചാരങ്ങൾ എന്നിവയ്ക്ക് അദ്ദേഹം നടത്തിയ വിവർത്തനങ്ങളും വ്യാഖ്യാനങ്ങളുമാണ്.
അവ ഇന്നത്തെ തലമുറയിലും ഒരു പ്രാഥമിക റെഫറൻസായി വർത്തിക്കുന്നു. തൻ്റെ മുത്തച്ഛനേക്കാൾ താൻ ഒരു തരത്തിലും താഴ്ന്നവനല്ലെന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി തെളിയിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇദ്ദേഹം നേടിയ നേട്ടങ്ങൾ കണക്കിലെടുക്കുമ്പോൾ സ്വന്തം ജീവിതകാലത്ത് ഇദ്ദേഹം ഒരു ഇതിഹാസമാണെന്ന് തന്നെ പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജോലി പരിചയം വാസ്തുവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് ബിരുദവുമായി ബന്ധപ്പെട്ടതാണ്. ഇരിങ്ങാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജിലും തൃശ്ശൂരിലെ ശ്രീ കേരളവർമ്മ കോളേജിലും കുറച്ചുകാലം അദ്ദേഹം ഗണിതശാസ്ത്ര അധ്യാപകനായി ജോലി ചെയ്തിരുന്നു. പ്രൊഫസറായി ജോലി ചെയ്യുമ്പോഴും ഒഴിവു സമയങ്ങളിൽ അദ്ദേഹം പതിവായി മുതിർന്നവരോടൊപ്പം പോകുമായിരുന്നു. ജോലിയിൽ വിലപ്പെട്ട അനുഭവം അങ്ങനെ സമ്പാദിച്ചു. മുത്തച്ഛനായ ശങ്കരൻ നമ്പൂതിരിപ്പാടിൽ നിന്ന് അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ലഭിച്ചു. ഏകദേശം 5 വർഷത്തെ ഗുരുകുലവാസവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മുതിർന്നവരെ സഹായിച്ചുകൊണ്ട് കുറച്ചുകാലം പ്രവർത്തിച്ചതിന് ശേഷം 1968 അദ്ദേഹം തൻ്റെ കോളേജ് ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയ കുടുംബജോലിയിൽ പ്രവേശിച്ചു. താമസിയാതെ ആ മേഖലയിൽ അംഗീകാരം ലഭിച്ചു. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായി വടക്കുംനാഥ ക്ഷേത്രത്തിനായി നടത്തിയ സംഭാവനയ്ക്കായി യുനെസ്കോ അവാർഡ്, ശ്രീ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൂത്തമ്പലം കൾച്ചറൽ ഹെറിറ്റേജ് കൺസർവേഷൻ യുനെസ്കോ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. വാസ്തുവിന് അദ്ദേഹം നൽകിയ സേവനങ്ങൾക്ക് ആസ്ട്രോളജിക്കൽ റിസർച്ച് ഫൗണ്ടേഷൻ അദ്ദേഹത്തെ ശില്പസത്രതിലക എന്ന ബിരുദം നൽകി ആദരിച്ചു. താന്ത്രപീഠത്തിൽ നിന്ന് 2007 ആചാര്യ പുരസ്കാരം ലഭിച്ചു. ആചാര്യരത്ന, അക്ഷയ അവാർഡ്, യോഗക്ഷേമ സഭയുടെ വിജയശ്രീ പുരസ്കാരം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ദേവശ്രീ അവാർഡ്, എക്സലൻസ് അവാർഡ്, മള്ളിയൂർ പുരസ്കാരം തുടങ്ങി ധാരാളം അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വാസ്തുശാസ്ത്ര മേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദ്, തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി. 1960 9ാം വയസ്സിൽ ബാലജന സഖ്യത്തിൻ്റെ പ്രവർത്തകനായി. അതേ കാലയളവിൽ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം നിലയത്തിൻ്റെ ബാലലോകം പരിപാടിയുടെ അവതാരകനുമായിരുന്നു. പ്രശസ്ത എഴുത്തുകാരൻ ജഗതി NK ആചാര്യയുടെ ശിഷ്യത്വം സ്വീകരിച്ച് അമച്വർ നാടകവേദികളിൽ അഭിനയം ആരംഭിച്ചു. 1973 കേരള സർക്കാരിൻ്റെ കുടുംബാസൂത്രണ പ്രചരണ നാടകങ്ങളിൽ 2 വർഷം അഭിനയിച്ചു. 1975 മുതൽ തുടങ്ങിയ പ്രവാസ ജീവിതത്തിനിടയിൽ ഒരേ കമ്പനിയിൽ 3 രാജ്യങ്ങളിലായി സേവനം ചെയ്തു. ഈ കാലയളവിൽ പ്രവാസികളിലായി എത്തിയവരുടെ ജീവിത ദുരനുഭവങ്ങൾ മനസ്സിലാക്കി പ്രവാസി ക്ഷേമ പദ്ധതികൾ എന്തുകൊണ്ട് ആസൂത്രണം ചെയ്തുകൂടാ എന്ന ചിന്ത മനസ്സിലുണ്ടായി. ആശയാവിഷ്കാരത്തിന് അന്വേഷണം ആരംഭിച്ചു. വർഷങ്ങളോളം അധ്വാനിച്ച് മടങ്ങിയെത്തുമ്പോൾ സ്വന്തം നാട്ടിലെ വേരുകൾ നഷ്ടപ്പെടാതിരിക്കാൻ പുനരധിവാസം അനിവാര്യമാണെന്ന് മനസ്സിലാക്കി. സഹൃദയരും സമാന ചിന്താഗതിക്കുമാരായ പ്രവാസി സുഹൃത്തുക്കളുമായി 1988 ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രവാസി സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ഓൾ കേരള ഗൾഫ് റിട്ടേണീസ് ഓർഗനൈസേഷൻ എന്ന സ്ഥാപനമായിരുന്നു അത്. 20 വർഷത്തെ പ്രവർത്തന ഫലമായി 1996 കേരളത്തിൽ നോർക്ക വകുപ്പ് സ്ഥാപിക്കപ്പെട്ടു. ഈ സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റായി 20 വർഷം പ്രവർത്തിച്ചു. 2005 മുതൽ പ്രവാസികളുടെ മുഖപത്രമായി പ്രവാസി ഭാരതി ന്യൂസ് ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചു വരുന്നു. മുഖ്യമന്ത്രിമാരായ CH മുഹമ്മദ് കോയ, ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ VS അച്യുതാനന്ദൻ എന്നിവരുമായി പല ഘട്ടങ്ങളിലായി ചർച്ച നടത്തി 2012 പ്രവാസികളുടെ ചിരകാല ആവശ്യമായ പെൻഷൻ പദ്ധതി നടപ്പിലാക്കി. ഒരു കാലഘട്ടത്തിൽ പ്രവാസി പെൻഷൻ അസാധ്യമാണെന്ന് പറഞ്ഞ കേരള സർക്കാർ ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പെൻഷൻ പദ്ധതി നടപ്പിലാക്കി. പെൻഷൻ അംഗത്വ പ്രായപരിധി 55 വയസ്സായിരുന്നു. പ്രായപരിധി ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് 2014 സമരം നടത്തി. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപ സ്ക്വയറിൽ നിരാഹാരം അനുഷ്ഠിച്ചു. തുടർന്ന് 60 വയസ്സ് അംഗത്വ പ്രായപരിധിയായി ഉത്തരവിറക്കി. ഇതുമൂലം ആയിരക്കണക്കിന് പ്രവാസികൾക്ക് പെൻഷൻ പദ്ധതിയിൽ ചേരാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്ന ശ്രീ VP സിംഗ്, AK ഗുജ്റാൾ, ശ്രീ മൻമോഹൻ സിംഗ്, ശ്രീ AB വാജ്പേയി എന്നിവരുമായി പല ഘട്ടങ്ങളിലായി ചർച്ചകൾ നടത്തിയതിൻ്റെ ഫലമായി കേന്ദ്രത്തിൽ പ്രവാസി വകുപ്പ് സ്ഥാപിക്കാൻ കഴിഞ്ഞു. പ്രധാനമന്ത്രി ശ്രീ വാജ്പേയി പ്രഖ്യാപിച്ച പ്രവാസി ഭാരതീയ ദിനം 2003 മുതൽ 2026 വരെ കേരളത്തിൽ മികച്ച തോതിൽ നടത്തുവാൻ ഇദ്ദേഹം നേതൃത്വം നൽകി. നിർധനരായ പ്രവാസി കുടുംബങ്ങൾക്ക് തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്താൻ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചു നൽകി. തയ്യൽ മെഷീൻ, കമ്പ്യൂട്ടറുകൾ, ഗ്രൈൻഡറുകൾ, ഓട്ടോറിക്ഷകൾ എന്നിവ വിതരണം ചെയ്യുന്നതിന് നേതൃത്വം നൽകി. 100 കണക്കിന് രോഗികൾക്ക് ഡയാലിസിസിന് സാമ്പത്തിക സഹായം ചെയ്തു വരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പ്രവാസികളുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നു. 2021 ജൂലൈ 11-ാം തീയതി മുതൽ 1 വർഷം നീണ്ടുനിന്ന സപ്തതി അവസരത്തിൽ ഇന്ത്യൻ തപാൽ വകുപ്പ് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആലേഖനം ചെയ്ത സപ്തതി സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കിയുണ്ടായി. ദേശീയവും അന്തർദേശീയവുമായി 250-ൽ പരം അവാർഡുകളും പ്രമുഖ വ്യക്തികളുടെ പ്രശംസാ പത്രങ്ങളും ലഭിച്ചിട്ടുണ്ട്. നിരവധി സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹിയാണ്. കേരള സർക്കാരിൻ്റെ ഭക്ഷ്യവകുപ്പിൻ്റെ കീഴിലുള്ള സംസ്ഥാന വിജിലൻസ് കമ്മിറ്റിയുടെ അംഗമായി 10 വർഷമായി പ്രവർത്തിക്കുന്നു. കനൽ ചില്ലകൾ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2005 വിദേശത്തും ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന 36 പ്രവാസി സംഘടന കോർത്തിണക്കി NRI കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്രീകൃത സംഘടനയ്ക്ക് രൂപം നൽകി.
ഇതിൻ്റെ സ്ഥാപക ചെയർമാനായും ദേശീയ സെൻട്രൽ കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ചു വരുന്നു. ചരിത്രത്തിൻ്റെ ഏടുകൾ ഒരു പുതിയ സമൂഹത്തിൻ്റെ സംഘടനാ ദിശ തുറന്നു കാട്ടുന്നതിനും അവരുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനും 40 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. പ്രൊഫസർ ഡോക്ടർ അജിത് കുമാർ, തിരുവനന്തപുരം പട്ടം സ്വദേശി, കഴിഞ്ഞ 45 വർഷമായി പുരാവസ്തു ശാസ്ത്ര രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നു. 1984 ഇന്ത്യൻ പുരാവസ്തു സർവേയിൽ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 1997 അത് വിട്ട് കേരള സർവകലാശാലയിലെ പുരാവസ്തു ശാസ്ത്ര വിഭാഗത്തിൽ അധ്യാപകനായി ചേർന്നു. ആ വകുപ്പിൻ്റെ സ്ഥാപക മേധാവിയായിരുന്നു. ഏകദേശം 20 വർഷത്തോളം വകുപ്പ് മേധാവിയായി സേവനമനുഷ്ഠിച്ചു. നിരവധി അക്കാഡമിക് ഭരണപരമായ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കേരള സർവകലാശാലയിലെ സോഷ്യൽ സയൻസ് സ്കൂളിൻ്റെ ഡയറക്ടറായും വകുപ്പ് മേധാവിയായും പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചു. പ്രാചീന ശിലാചിത്രങ്ങൾ, മഹാശിലായുഗ സംസ്കാരം, പ്രാചീന ചരിത്ര കാലഘട്ടത്തിലെ പുരാവസ്തു ശാസ്ത്രം, സമുദ്ര ഭൂതല വ്യാപാര ശൃംഖലകൾ, വിഗ്രഹരചനാശാസ്ത്രം, കലയും വാസ്തുവിദ്യയും എന്നിവയാണ് പ്രധാന പഠന മേഖലകൾ. ഒറ്റയാൾ രചയിതാവായും സഹരചയിതാവായും എഡിറ്ററായും സഹ എഡിറ്ററായും 9 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 110ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ രചിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രശസ്ത ഗ്രന്ഥങ്ങളിൽ ചിലത് സ്കൾപ്ചറൽ ആർട്ട് ഇൻ ഏർലി ബുദ്ധിസ്റ്റ്, കേവ്സ് ഓഫ് വെസ്റ്റേൺ മഹാരാഷ്ട്ര, ഫോർട്ട്സ് ഓഫ് കേരള, ഹാരപ്പൻ കൾച്ചർ പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂ, റോക്ക് ആർട്ടിലുള്ള റീസെൻറ്റ് റിസർച്ചസ് ആൻഡ് ന്യൂ പെർസ്പെക്റ്റീവ്സ്, ഇങ്ങനെ ധാരാളം പുസ്തകങ്ങളാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കേരള സർവകലാശാലയിലെ പുരാവസ്തു ശാസ്ത്ര വിഭാഗം പ്രസിദ്ധീകരിച്ച UGC അംഗീകൃത ജേണലായ ജേണൽ ഓഫ് മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡീസ് ഇൻ ആർക്കിയോളജി എന്ന ജേണലിൻ്റെ 6 വാല്യങ്ങൾക്ക് സഹ എഡിറ്ററായിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ സെമിനാറുകളും വർക്ക്ഷോപ്പുകളും സംഘടിപ്പിക്കുകയും ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. വിവിധ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലും ക്ഷണിതാവായി പ്രബന്ധ അവതരണങ്ങളും സ്മാരക പ്രഭാഷണങ്ങളും നടത്തുന്നുണ്ട്. വിഴിഞ്ഞം, കൊല്ലം, അരിക്കാടിക്കോട്ട, കുട്ടിക്കോൽ, മെഗാലിത്തിക് സൈറ്റ് എന്നിവിടങ്ങളിൽ ഇദ്ദേഹവും സംഘവും നടത്തിയ പര്യവേഷണ ഖനന പ്രവർത്തനം കേരളത്തിലെ പുരാവസ്തു ശാസ്ത്ര പഠനങ്ങൾക്ക് പുതിയ ദിശ നൽകി. വിവിധ പുരാവസ്തു കലാസംഘടനകളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. UGCയിലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലും പുരാവസ്തു ശാസ്ത്ര വിഷയ വിദഗ്ധനായിരുന്നു. ഭാരത് സർക്കാരിൻ്റെ സാംസ്കാരിക മന്ത്രാലയം രൂപീകരിച്ച പ്രമുഖ പുരാവസ്തു ശാസ്ത്രജ്ഞരുടെ പാനലിലും ഇദ്ദേഹം അംഗമായിരുന്നു. 2019 ഇദ്ദേഹത്തെ ആദരിച്ച് ഹ്യൂമൻ ആൻഡ് ഹെറിറ്റേജ് ആൻഡ് ആർക്കിയോളജിക്കൽ സ്പെക്ട്രം ഓഫ് ഏഷ്യാറ്റിക് കൺട്രീസ് എന്ന അനുമോദന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടു. 2020 കേരള സർവകലാശാലയുടെ അക്കാഡമിക് എക്സലൻസ് അവാർഡ് ലഭിച്ചു. കേരളത്തിലെ പുരാവസ്തു ശാസ്ത്ര രംഗത്ത് നൽകിയ ശ്രദ്ധേയമായ സംഭാവനകൾക്ക് 2023 തിരുവനന്തപുരം മാക്സ് ലൈഫ് ഇൻഷുറൻസും ആക്സിസ് ബാങ്കും ചേർന്ന് സേവാരത്ന അവാർഡ് നൽകി ആദരിച്ചു. അക്കാഡമിക് പ്രവർത്തനങ്ങളുടെയും വിനോദസഞ്ചാര താൽപ്പര്യങ്ങളുടെയും ഭാഗമായി 20ലധികം വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പുരാവസ്തു ശാസ്ത്ര മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ റഹ്മാൻ മുണ്ടോടൻ, മലപ്പുറം നിലമ്പൂർ സ്വദേശി, സാമൂഹ്യ പ്രവർത്തകൻ. 2006 വാഹനാപകടത്തിൽ കാൽമുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു മാറ്റുകയുണ്ടായി. ഭിന്നശേഷിക്കാരുടെ പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കി ശിഷ്ടജീവിതം അവരുടെ അവകാശങ്ങൾക്കും ഉയർച്ചയ്ക്കും വേണ്ടി തന്നാൽ കഴിയുന്ന വിധം ആ മേഖലയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. 100ലധികം ഭിന്നശേഷിക്കാർക്ക് ജാതിമത ഭേദമന്യേ കിറ്റ് കൊടുത്തുകൊണ്ടായിരുന്നു തുടക്കം കുറിച്ചത്. കഴിഞ്ഞ 10 വർഷങ്ങളായി അത് തുടർന്നു വരുന്നു. ഭിന്നശേഷിക്കാർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾക്കുള്ള മാനദണ്ഡങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കി തരണമെന്ന് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകുകയും ഭിന്നശേഷി കമ്മീഷണർ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ അത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. 2025 കൊച്ചി എറണാകുളം മറൈൻ ഡ്രൈവിൽ വെച്ച് നടന്ന മാരത്തോണിൽ നിന്ന് ലഭിച്ച 5 ലക്ഷം രൂപ കാൽ നഷ്ടപ്പെട്ട 50ഓളം പേർക്ക് കൃത്രിമ കാൽ നൽകുന്നതിന് വേണ്ടിയും 2026 വില്ലിംഗ്ടൺ ഐലൻഡിൽ വെച്ച് നടന്ന മാരത്തോണിൽ നിന്ന് ലഭിച്ച 5 ലക്ഷം രൂപ ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയും എറണാകുളം ജനറൽ ഹോസ്പിറ്റലിന് കൈമാറി. ജയ്പൂർ ഫുഡ്, കൊച്ചി റോട്ടറി ക്ലബ് മിഡ് ടൗൺ, ഡിസബിലിറ്റി മിഷൻ, ഇൻഡാക് എന്നീ സംഘടനകളുടെ സഹായത്തോടെ മാർച്ച് മാസം സദ്വാർത്ത എന്ന പേരിൽ കൃത്രിമ കാൽ, കൈ, വീൽ ചെയർ തുടങ്ങി 20ഓളം ഇനത്തിൽപ്പെട്ട സഹായ ഉപകരണങ്ങൾ 1500ഓളം പേർക്ക് കൊടുക്കുവാൻ സാധിച്ചു. നിരവധി പേർക്ക് എംപ്ലോയ്മെൻറ്റ് വഴി സർക്കാർ സർവീസിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ പുതുക്കാനും പുനഃസ്ഥാപിക്കാനും പ്രവർത്തിച്ചിട്ടുണ്ട്. 2023 മുതൽ സംസ്ഥാന പാരാ അത്ലറ്റിക് മീറ്റിൽ ഷോട്ട് പുട്ട്, ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ എന്നീ ഇനങ്ങളിൽ
തുടർച്ചയായി ഫസ്റ്റോ സെക്കൻഡോ തേർഡോ സ്ഥാനങ്ങൾ ലഭിച്ചു വരുന്നു. സംസ്ഥാന ദേശീയ നീന്തൽ മത്സരങ്ങളിൽ മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്. 15ഓളം മാരത്തോണുകളിൽ 5 കിലോമീറ്റർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കാല് മുറിച്ച് മാറ്റപ്പെട്ടവരുടെ സംഘടനയായ ഇന്ത്യ ആംബ്യൂട്ട് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ, ദേശീയ തലത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തനം നടത്തുന്ന ഇൻഡാക് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ്, ഡിസബിലിറ്റി മിഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പരിവാർ എക്സിക്യൂട്ടീവ് അംഗം, അച്യുതമേനോൻ സാംസ്കാരിക സമിതി കൺവീനർ, ലൈഫ് ആൻഡ് ലിംബ് വോളണ്ടിയർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കർ അവാർഡ്, ഡോക്ടർ APJ അബ്ദുൽ കലാം കർമ്മശ്രേഷ്ഠ അവാർഡ്, ഗാന്ധി പീസ് അവാർഡ്, JCI ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ അവാർഡ്, പരിവാർ ജില്ലാ അവാർഡ്, അച്യുതമേനോൻ അവാർഡ്, തണൽ ഭിന്നശേഷി അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ അസുമ BVTM, കോഴിക്കോട് പുത്തേക്കാട്ട് സ്വദേശി, 2017 മുതൽ ആസ്റ്റർ മിംസ് അക്കാഡമിയുടെ ഡീനായി സേവനമനുഷ്ഠിക്കുന്നു. കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ആദ്യ നേഴ്സാണ്. GFA TM HIV/AIDS മേഖലകളിൽ ട്രെയിനറായി പ്രവർത്തിക്കുന്നു. സർട്ടിഫൈഡ് ഹെൽത്ത് പ്രൊഫഷണൽ എഡ്യൂക്കേറ്ററും സർട്ടിഫൈഡ് സിമുലേഷൻ എഡ്യൂക്കേറ്ററുമാണ്. ബയോസ്റ്റാറ്റിസ്റ്റിക്സിലും ഗവേഷണത്തിലും വിവിധ സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഗവേഷണ രംഗത്ത് സജീവമായി പ്രവർത്തിച്ച് നിരവധി ഗവേഷണ ഗ്രാൻറ്റുകൾ നേടിയിട്ടുണ്ട്. കോപ്പിറൈറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ പ്രവർത്തിച്ചിരുന്നു. കൂടാതെ ഒമാനിലെ സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിൽ അസിസ്റ്റന്റ് ഡീൻ ആയി സേവനമനുഷ്ഠിച്ചു. സ്വതന്ത്ര ഗവേഷണങ്ങളുടെ നിരവധി പ്രസിദ്ധീകരണങ്ങളും 8 പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 3 പുസ്തകങ്ങൾ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് വിദ്യാർത്ഥി റഫറൻസ് പുസ്തകങ്ങളായി അംഗീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് സർവകലാശാലയിലെ നഴ്സിംഗ് ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ചെയർപേഴ്സണായി സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയിലെ വിവിധ സർവകലാശാലയിലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായിരുന്നു. KUHSന്റെ ആദ്യ സെനറ്റിലെ അംഗം, അക്കാഡമിക് കൗൺസിൽ അംഗം, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ PhD അക്കാഡമിക് റിവ്യൂ കമ്മിറ്റിയിലെ അംഗം, INC കൺസോർട്ടിയത്തിൻ്റെയും KUHSൻ്റെയും ഗവേഷണ മാർഗനിർദ്ദേശകയുമാണ്. നിലവിൽ ഇന്ത്യയിലെ നഴ്സ് റിസർച്ച് സൊസൈറ്റി ഫോർ ഇന്നോവേഷൻ്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്നു. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ പരീക്ഷയ്ക്കായി സേവനമനുഷ്ഠിക്കുന്നു. ഇന്ത്യയിൽ 340 കോൺഫറൻസുകളിൽ റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തായി 14 അന്താരാഷ്ട്ര കോൺഫറൻസുകളിൽ റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര പ്രസിദ്ധിയുള്ള നിരവധി ഏജൻസികളിൽ നിന്ന് മികച്ച അധ്യാപിക എന്ന നിലയിലും തൊഴിൽ രംഗത്തുള്ള സംഭാവനകൾക്കുമായി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 1992 ഒമാനിലെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നേഴ്സിംഗ് പാഠ്യപദ്ധതി വികസന ടാസ്ക് ഫോഴ്സിൽ ഉൾപ്പെട്ട ആദ്യ ഇന്ത്യൻ പൈനിയർമാരിൽ ഒരാളായിരുന്നു. മികച്ച അധ്യാപക പുരസ്കാരമായ ഡോക്ടർ രാധാകൃഷ്ണൻ പുരസ്കാരം, ബെസ്റ്റ് സിറ്റിസൺ അവാർഡ്, ബെസ്റ്റ് പ്രിൻസിപ്പൽ അവാർഡ്, മദർ തെരേസ സദ്ഭാവന അവാർഡ്, ആസ്റ്റർ DM ഹെൽത്ത് കെയറിൻ്റെ ബെസ്റ്റ് എംപ്ലോയി അവാർഡ്, ഏഷ്യൻ എഡ്യൂക്കേഷൻ അവാർഡ് എന്നിങ്ങനെ ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 2026 ഭാരത് പ്രതിഭ അവാർഡിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ R. സിന്ധു, കൊല്ലം മുണ്ടക്കൽ സ്വദേശി, ലോകപ്രശസ്തമായ സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ പട്ടിക പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച 2% ശാസ്ത്രജ്ഞരിൽ ഒരാളായി തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ശാന്തിഗിരി സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ഡയറക്ടർ ആൻഡ് ചീഫ് സയന്റിസ്റ്റ്, തിരുവനന്തപുരം, ഇൻസ്റ്റിറ്റ്യൂഷണൽ എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ, സെന്റർ ഫോർ എനർജി ആൻഡ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഇന്ത്യയുടെ ദേശീയ ഉപദേശക സമിതി അംഗം, തിരുവനന്തപുരം RGCBയിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോ, തിരുവനന്തപുരം CSIR NISTയിൽ 2008 മുതൽ 2021 വരെ ബയോഫ്യൂവൽസ് വിഭാഗത്തിൽ സയന്റിസ്റ്റ് ഫെലോ, കൊല്ലം TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പ്രൊഫസർ, റിസർച്ച് ഡീൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 403-ലധികം പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഗൂഗിൾ സ്കോളറിൽ 22,000-ൽ-അധികം സൈറ്റേഷനുകളും 85 H ഇൻഡെക്സും ഉണ്ട്. 3 ഡിസൈൻ പേറ്റന്റുകളും 9 ഇന്നോവേഷൻ പേറ്റന്റുകളും സ്വന്തമായുണ്ട്. 5 പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റിംഗ്വിഷ്ഡ് വിമൻ സയന്റിസ്റ്റ് അവാർഡ്, SAB വിമൻ ബയോടെക്നോളജിസ്റ്റ് അവാർഡ്, ബയോടെക്നോളജി റിസർച്ച് എക്സലൻസ് അവാർഡ് എന്നീ അവാർഡുകളും, മേരി ക്യൂറി ഫെലോ ഇറ്റലി, സ്പെയിൻ, വിസിറ്റിംഗ് ഫെലോ സ്വിറ്റ്സർലൻഡ്, വിസിറ്റിംഗ് പ്രൊഫസർ ബ്രസീൽ എന്നീ അന്താരാഷ്ട്ര അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ബയോ എനർജി റിസർച്ച് ഉൾപ്പെടെ 7ഓളം പ്രമുഖ ജേർണലുകളുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗമാണ്. 110-ലധികം അന്താരാഷ്ട്ര ജേർണലുകളുടെ റിവ്യൂവറായി പ്രവർത്തിച്ചു വരുന്നു. ACS, RCS, സ്പ്രിംഗർ, എൽസെവിയർ എന്നീ പ്രമുഖ പബ്ലിഷർമാരുടെ മികച്ച റിവ്യൂവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. ഫ്രണ്ട്സ് തരംഗം ചവറയുടെ ഉപദേശക സമിതി അംഗമായി പ്രവർത്തിക്കുന്നു. ജൈവ ഇന്ധനങ്ങൾ,
ബയോപോളിമറുകൾ, മൈക്രോബിയൽ എൻസൈമുകൾ എന്നീ മേഖലകളിലാണ് പ്രധാനമായും ഗവേഷണ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം ശാന്തിഗിരി സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ച് ഡയറക്ടറായും ചീഫ് സയൻറ്റിസ്റ്റായും സേവനമനുഷ്ഠിക്കുന്നു. ശാസ്ത്രമേഖലയിലെ വിലപ്പെട്ട സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ രാമൻകുട്ടി, പാലക്കാട് പട്ടാമ്പി സ്വദേശി, അധ്യാപകൻ, സാഹിത്യകാരൻ. ഗവൺമെൻറ് ഹൈസ്കൂൾ തത്തമംഗലം, ഗവൺമെൻറ് കോളേജ് ചിറ്റൂർ, ഗവൺമെൻറ് സംസ്കൃത കോളേജ് പട്ടാമ്പി, ഗവൺമെൻറ് സംസ്കൃത കോളേജ് തൃപ്പൂണിത്തുറ എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു. ഗവൺമെൻറ് കോളേജ് എളേരിത്തട്ടിൽ നിന്ന് പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്തു. കാണിപ്പയ്യൂർ ലൈബ്രറിയിൽ 10 വർഷത്തിൽ കൂടുതൽ ചീഫ് എഡിറ്ററായിരുന്നു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ പലതവണ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നിട്ടുണ്ട്. 2 വർഷം പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ ശാസ്ത്ര ചൂടാമണി പദ്ധതി നടപ്പിലാക്കി. കാലടി ശ്രീ ശങ്കര സർവകലാശാലയിൽ സംസ്കൃതം അഡ്ജങ്ക് പ്രൊഫസറായിരുന്നു. സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറായി 2025 ജൂൺ 20 വരെ തുടർന്നു. അവിടെ തന്നെ ഇപ്പോഴും ഗവേഷണ മാർഗദർശിയായി തുടരുന്നു. ഗൈഡൻസ് നൽകിയ 7 വിദ്യാർത്ഥികൾക്ക് കോഴിക്കോട് സർവകലാശാലയിൽ നിന്നും കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ നിന്നും PhD അവാർഡ് ചെയ്യപ്പെട്ടു. സാഹിത്യകാരനാണ്. അമരഭാരതി, സംസ്കൃത വിജ്ഞാനധാരകൾ, ഋഗ്വേദ ഭൂമിക, യജുർവേദ സമീക്ഷ, ആരണ്യകങ്ങൾക്കൊരാമുഖം, ധനുർവേദം, വേദദീപിക, ലേഖന സമാഹാരം, കൃതിയും കാഴ്ചയും, വാക്കും വെളിച്ചവും, മഹാഭാരത ഗാഥ, മഹാഭാരതം ചില പർവ്വങ്ങളുടെ തർജ്ജമ, എം പി ശങ്കുണ്ണിനാർ വെളിച്ചം വിതർന്ന വാക്കുകൾ, കാഴ്ചയുടെ ജാലകങ്ങൾ, സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നിരവധി ഗവേഷണ ലേഖനങ്ങൾ, മത്തവിലാസം, ഭഞ്ചുകവും, പരിഭാഷ, നോവിടങ്ങൾ, കല, കവിതാ ചിന്തന, അകല എന്നീ കവിതാ സമാഹാരങ്ങൾ എന്നിവ രചിച്ചിട്ടുണ്ട്. യജുർവേദ സമീക്ഷ എന്ന ഗ്രന്ഥത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കടവല്ലൂർ വേദബന്ധു പുരസ്കാരം, സംസ്കൃതത്തിന് നൽകിയ സമഗ്ര സംഭാവനയെ ആസ്പദമാക്കി പൂന്തോട്ടം അവാർഡ്, കടവല്ലൂർ അന്യോന്യം വാചസ്തി പുരസ്കാരം, ഗുരുകുലം പുരസ്കാരം, കേരള സംസ്കൃത അക്കാദമിയുടെ സംസ്കൃതി പുരസ്കാരം, കേരള ഗവൺമെൻറ് സരസ് പുരസ്കാരം തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സാംസ്കാരിക മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. പ്രൊഫസർ KA രവീന്ദ്രൻ, തൃശൂർ പുതുരുത്തി സ്വദേശി, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ സംസ്കൃത സാഹിത്യ വിഭാഗം അധ്യാപകനായിരുന്നു. ഇപ്പോൾ പ്രൊഫസർ തസ്സയിൽ കാലടി മുഖ്യ കേന്ദ്രത്തിൽ സേവനമനുഷ്ഠിക്കുന്നു. സംസ്കൃത സർവകലാശാലയിലെ വേദപഠന കേന്ദ്രത്തിൻ്റെ കോർഡിനേറ്ററായും പ്രവർത്തിക്കുന്നു. കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് സ്മാരക ഗ്രന്ഥശാല പ്രസിദ്ധീകരണമായ സാമവേദ ദർപ്പണത്തിൻ്റെ കർത്താവാണ്. സംസ്കൃതത്തിലും മലയാളത്തിലും ഇംഗ്ലീഷിലുമായി 35 ഗ്രന്ഥങ്ങളുടെ പ്രസാധകൻ, സഹപ്രസാധകൻ, വിവർത്തകൻ. സാമവേദത്തിൻ്റെ കേരളീയ പാഠം ശ്രവ്യ മാർഗങ്ങളിലൂടെ പകർത്തി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്കൃത സർവകലാശാലയിലെ വേദപഠന കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ ധനസഹായത്തോടെ ഏറ്റെടുത്ത് നടത്തിയ പദ്ധതിയുടെ 3ാം ഘട്ടത്തിൻ്റെ നടത്തിപ്പ് കമ്മിറ്റിയിലെ അംഗമായും കോർഡിനേറ്ററായും പ്രവർത്തിച്ച് പദ്ധതി പൂർത്തീകരിച്ച് 2015 സർവകലാശാലയ്ക്ക് സമർപ്പിച്ചു. കടവല്ലൂർ അന്യോന്യവുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന സെമിനാർ, വാക്യാർത്ഥ സദസ്സ് എന്നിവയുടെ സഹസംഘാടകനാണ്. വേദപണ്ഡിതനായ ഏർക്കര രാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തിരുനാവായ ബ്രഹ്മസ്വം മഠം പ്രസിദ്ധീകരിച്ചിരുന്ന അനാദിമാസികയിലെ ലേഖനങ്ങൾ സമാഹരിച്ച് പുനഃപ്രസിദ്ധീകരിക്കുന്ന പ്രവൃത്തിയിലും പണ്ഡിതൻ EV രാമൻ നമ്പൂതിരിയുടെ കൃതികളുടെ സമാഹരണ പ്രസാധനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വേദസംരക്ഷണത്തിനും വേദപരിപോഷണത്തിനുമായി ചെയ്ത സംഭാവനകളെ കണക്കിലെടുത്ത് കടവല്ലൂർ അന്യോന്യ പരിഷത്ത് നൽകി വരുന്ന വേദബന്ധു പുരസ്കാരത്തിനും മലയാള ഭാഷയിലെ വേദവിദ്യാ പ്രചാരണശാഖയ്ക്ക് വൈദിക സാഹിത്യകൃതികളുടെയും കേരള സർവകലാശാല പഠനപദ്ധതികളുടെയും നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ച് ആചാര്യ നരേന്ദ്രഭൂഷൺ സ്മാരക പ്രതിഷ്ഠാ പഠനം നൽകി വരുന്ന മഹർഷി ദയാനന്ദ സരസ്വതി പുരസ്കാരം, അനാദിയിലെ ലേഖനങ്ങളുടെ പുനഃപ്രസിദ്ധീകരണത്തിന് വേണ്ടി ചെയ്ത സംഭാവനകളെ പരിഗണിച്ച് തിരുനാവായ ബ്രഹ്മസ്വം മഠം ഏർപ്പെടുത്തിയ കരങ്ങാട്ട് നാരായണൻ ഭട്ടതിരിപ്പാട് എൻഡോമെൻ്റ് അവാർഡ് എന്നീ ബഹുമതികൾക്ക് അർഹനായിട്ടുണ്ട്. വേദപഠന മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ C ഗോപിനാഥൻ പിള്ള, ആലപ്പുഴ ചുനക്കര സ്വദേശി, വിവിധ NSS കോളേജുകളിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. വിവിധ സർവകലാശാലകളിൽ റിസർച്ച് ഗൈഡായിരുന്നു. ഒട്ടേറെ പേർക്ക് PhD ലഭ്യമാകാൻ ഗൈഡായി പ്രവർത്തിച്ചിട്ടുണ്ട്. UGC NAC പീർ ടീം ചെയർമാനായിരുന്നു. നിരവധി അന്തർദേശീയ സെമിനാറുകളിൽ പ്രബന്ധം അവതരിപ്പിച്ചു. മഞ്ചേരി, വാഴൂർ, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലെ NSS കോളേജുകളിൽ പ്രിൻസിപ്പലായും
കോഴിക്കോട് സർവകലാശാലയിൽ പ്രോ വൈസ് ചാൻസലറായും NSSന്റെ എഡ്യൂക്കേഷൻ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു. അമൃത സർവകലാശാലയുടെ അമൃതപുരി ക്യാമ്പസിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രിൻസിപ്പലായും വിസിറ്റിംഗ് പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ദ ഹിന്ദുവിൻ്റെ ലിറ്ററി മാഗസിനിൽ ഏറെക്കാലം എഴുതിയിരുന്നു. നിരവധി ആനുകാലികങ്ങളിൽ രചനകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ദ പൊളിറ്റിക്കൽ നോവൽസ് ഓഫ് മിലൻ കുന്ദേര ആൻഡ് OV വിജയൻ, റിഫ്ലക്ഷൻസ്, ആദിത്യൻ, രാധ ആൻഡ് അതേഴ്സ്, ട്രാൻസ്ലേഷൻ ഓഫ് M. മുകുന്ദൻസ് നോവൽ, സെൻട്രൽ സാഹിത്യ അക്കാദമി, ഹേമന്തത്തിൻ്റെ നിലവുകൾ, വസന്തം, വഴിമാറിയപ്പോൾ, കുന്ദേരയുടെ നോവലുകളിലൂടെ സമകാലിക സാഹിത്യ സിദ്ധാന്തങ്ങൾ, ആത്മാവിലെ നെരിപ്പോടുകൾ, ലോക സാഹിത്യ ചിന്തകൾ തുടങ്ങി നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അധ്യാപന മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകിയാതിരിക്കുന്ന സ്നേഹപൂർവ്വ സ്വാഗതം. ഡോക്ടർ M. കുഞ്ഞ്, കൊല്ലം സ്വദേശി, സാമൂഹ്യ പ്രവർത്തകൻ. 40 വർഷമായി സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. JNUവിൽ നിന്ന് ഫാക്കൽറ്റി സ്റ്റാഫായി വിരമിച്ചു. JNU യൂണിവേഴ്സിറ്റി കോഡ് മെമ്പർ, JNU അക്കാഡമിക് കൗൺസിൽ മെമ്പർ, JNU ടീച്ചേഴ്സ് അസോസിയേഷൻ ട്രഷറർ സെക്രട്ടറി, ഫെഡറേഷൻ ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ ട്രഷറർ, JNU നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ, JNU ഹോസ്റ്റൽ അഫയേഴ്സ് കോർഡിനേറ്റർ, വിവിധ ഹോസ്റ്റലുകളുടെ വാർഡൻ, റിസർച്ച് ഓഫീസർ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. ഗ്രാമീണ വികസന രംഗത്ത് പ്രവർത്തിക്കുന്ന മിത്രനികേതൻ എന്ന സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഗാന്ധി ഭവൻ ഓൾഡ് ഏജ് ഹോം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. മിത്രനികേതൻ്റെ ബയോഗ്യാസ് പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന ദേശീയ ഒരുമ ക്യാമ്പിൽ, നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രോജക്റ്റുകളുടെ ഭാഗമായി ഫീൽഡ് വർക്കുകളിലും ഗവേഷണങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പണമയക്കൽ സംബന്ധിച്ച പഠനം, കേരളത്തിലെ കയർ വ്യവസായങ്ങളുടെ യന്ത്രവൽക്കരണം എന്നീ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രോജക്റ്റുകളുടെ ഭാഗമായി ഫീൽഡ് വർക്കുകളിലും ഗവേഷണങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. ഡൽഹി മലയാളി അസോസിയേഷൻ മെഹ്റോളി ബ്രാഞ്ച് ട്രഷററായിരുന്നു. 40 വർഷത്തെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനം പരിഗണിച്ച് ഡൽഹി മർക്കസ് നൽകിയ വസന്തം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകിയാതിരിക്കുന്ന സ്നേഹപൂർണ്ണ സ്വാഗതം. ശ്രീമതി വിദ്യ സ്വരാജ്, തിരുവനന്തപുരം വഞ്ചൂർ സ്വദേശി, ഗായിക, സാമൂഹ്യ പ്രവർത്തക. 7 വയസ്സ് മുതൽ സംഗീതം ആരംഭിച്ചു. ബേബി വിദ്യ എന്ന പേരിലും അറിയപ്പെടുന്നു. സ്കൂൾ തല യുവജനോത്സവങ്ങളിൽ സജീവമായി പങ്കെടുത്ത് ലളിതഗാനം, മാപ്പിളപ്പാട്ട്, പദ്യപാരായണം, ഗ്രൂപ്പ് സോങ് എന്നീ ഇനങ്ങളിൽ തുടർച്ചയായി സമ്മാനാർഹയായിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ M. ജയചന്ദ്രൻ്റെ സംഗീത സംവിധാനത്തിൽ വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ കുക്കുരു കുക്കു കുറുക്കൻ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് സിനിമ പിന്നണി ഗായികയായി. തുടർന്ന് സത്യം എന്ന സിനിമയിൽ കള്ളക്കുറുമ്പി ചെല്ലക്കുറുമ്പി എന്ന ഗാനം സുജാതയോടൊപ്പം ആലപിച്ചു. നാട്ടുരാജാവ് എന്ന സിനിമയിൽ MG ശ്രീകുമാർ, KS ചിത്ര എന്നിവരോടൊപ്പം കുട്ടുവാൽ കുറുമ്പി എന്ന ഗാനത്തിൻ്റെ തുടക്കഭാഗം ആലപിച്ചു. ഹലോ കുട്ടിച്ചാത്തൻ, ദേവി, ബാബാജാൻ, കൃഷ്ണ കൃപാസാഗരൻ തുടങ്ങി ധാരാളം സീരിയലുകളിൽ ടൈറ്റിൽ സോങ് ആലപിച്ചിട്ടുണ്ട്. നിരവധി ആൽബങ്ങളിലും ഹിന്ദു ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലും ആലപിച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സ് ടിവിയിൽ നടന്ന മ്യൂസിക്കൽ വൈഫ് എന്ന സംഗീത പരിപാടിയിൽ സെക്കൻഡ് റണ്ണറപ്പ് സ്ഥാനം നേടി വിജയിച്ചു. SP ബാലസുബ്രഹ്മണ്യം ആലപിച്ച സ്വാമി എന്ന ഹിന്ദു ഡിവോഷണൽ ആൽബത്തിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്. ധാരാളം TV പ്രോഗ്രാമുകളിലും സ്റ്റേജ് ഷോകളിലും പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നു. 2022 ഗ്രാമാദരവ് എക്സലൻസ് അവാർഡ് ലഭിച്ചു. സ്വന്തമായി യൂട്യൂബ് ചാനൽ വിദ്യ സ്വരാജ് എന്ന പേരിൽ നടത്തി വരുന്നു. സംഗീതം, സാമൂഹ്യ വിഷയങ്ങൾ, ബ്ലോഗുകൾ എന്നിവയാണ് അതിലെ പ്രധാന പ്രമേയങ്ങൾ. സംഗീത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ M. ദേവദാസ്, ആലപ്പുഴ ജില്ലയിലെ മുതുകുളം സ്വദേശി, അധ്യാപകൻ, കവി, കഥാകൃത്ത്, നോവലിസ്റ്റ്, അഭിനേതാവ്. ഈസ്റ്റ് ആഫ്രിക്കയിൽ അധ്യാപകനായി ആദ്യം ജോലിയിൽ പ്രവേശിച്ചത്. കേരള മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്തു. സ്കൂൾ, കോളേജ് പഠനകാലത്ത് തന്നെ കയ്യെഴുത്ത് മാസികകൾ, കോളേജ് മാഗസിനുകൾ എന്നിവയിൽ എഴുതി തുടങ്ങിയതാണ്. അവസാന യാമങ്ങളിലായിരുന്നു ആദ്യ കഥ. തുടർന്ന് മുൻനിര മാധ്യമങ്ങളിൽ ധാരാളം കഥകൾ പ്രസിദ്ധീകരിച്ചു. എൻ്റെ കഥാച്ചെപ്പ്, പെട്രിഷ്യ എന്ന പാഞ്ചാലി, മോഴ എന്നീ കഥാസമാഹാരങ്ങളും മഞ്ഞ നീരാട്ട്, അന്തിച്ചുവപ്പിലെ മഞ്ഞുതുള്ളികൾ പോലെ, മറുതരംഗം, ശ്യാമകാന്ഡം, ഓം നമശിവായ എന്നീ നോവലുകൾ, ഹിമവാനും വിക്ടോറിയയും എന്ന യാത്രാ വിവരണം, കൈക്കുടന്നയിലെ കവിതകൾ എന്ന കവിതാ സമാഹാരം, P. പത്മരാജൻ അനുഭവങ്ങൾ എന്ന ഓർമ്മ പതിപ്പ് എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാടകങ്ങളിലും സജീവമായിരുന്നു. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഡയറക്ടർ എന്നീ അവാർഡുകൾ കൂടാതെ ഏറ്റവും നല്ല നാടകത്തിനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട്. ധീരസമീരെ, യമുന തീരെ, രാപ്പാടികളുടെ ഗാഥ എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അയാൾ കണ്ടത്, സൈബർ ക്രൈം, കൺമണി തുടങ്ങിയ ഷോർട്ട് ഫിലിമുകളിലും അയ്യപ്പൻ എൻ്റെ ദൈവം എന്ന ആൽബത്തിലും അഭിനയിച്ചിട്ടുണ്ട്. തോപ്പിൽ ദേവി സ്മാരക അവാർഡ്, സൗമ്യം സാഹിത്യ ചലച്ചിത്ര അവാർഡ്, മുതുകുളം രാഘവൻ പിള്ള സ്മാരക അവാർഡ്,
രാമതീർത്ഥ വിജ്ഞാൻ ട്രസ്റ്റ് സാഹിത്യ പുരസ്കാരം, ശ്രേഷ്ഠ സാഹിത്യ പുരസ്കാരം, കൊല്ലം പ്രചോദ സാഹിത്യ പുരസ്കാരം, അമ്പാടി മാസിക പുരസ്കാരം, മുതുകുളം പാണ്ഡവർക്കാവ് ദേവീക്ഷേത്ര പുരസ്കാരം തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കലാസാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ജയൻ മൂരാട്, കോഴിക്കോട് പയ്യോളി സ്വദേശി, മലയാള പ്രൊഫഷണൽ അമച്വർ ഏകപാത്ര നാടകരംഗത്ത് നടനായും സംവിധായകനായും 35 വർഷത്തിലേറെ പ്രവർത്തിച്ചു വരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ നാടക അരങ്ങേറ്റം, പിന്നീട് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഒട്ടേറെ മത്സര നാടകങ്ങളുടെ ഭാഗമായി മികച്ച നടനുള്ള പുരസ്കാരങ്ങൾ നേടി. അമച്വർ സമിതികളിൽ നടനായും സംവിധായകനായും പ്രവർത്തിച്ചു. ഇതേ സമയത്ത് തന്നെ കുട്ടികളുടെ നാടകവേദിയിലും സജീവമായി. കുട്ടികളുടെ നാടകങ്ങളിൽ സംവിധായകനായും കുട്ടികളുടെ തിയേറ്റർ പരിശീലനായും നാടകക്കളരി സംഘാടകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി പെണ്ണ് പൂക്കുന്ന നാട്, ട്രൗസർ എന്നീ നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. ജനങ്ങളുമായി ഏറ്റവും എളുപ്പത്തിൽ സംവേദിക്കാവുന്ന ഒരു നാടക സങ്കേതമായ തെരുവ് നാടകങ്ങളുടെ ഭാഗമായി പലപ്പോഴും പ്രവർത്തിച്ചു വരുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ ശുചിത്വ മിഷൻ പ്രചാരണത്തിന് വേണ്ടി സംഘടിപ്പിച്ച തെരുവ് നാടകം എഴുതി സംവിധാനം ചെയ്തു. സാമൂഹ്യ തിന്മകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഒട്ടേറെ ഏകപാത്ര നാടകങ്ങളും രണ്ടാൾ നാടകങ്ങളും അവതരിപ്പിച്ചു വരുന്നു. സ്ത്രീധനവും വിവാഹധൂർത്തും വലിയൊരു സമൂഹ വിപത്തായി മാറുന്ന ഈ കാലത്ത് ഇദ്ദേഹം അവതരിപ്പിച്ച ഭയം എന്ന ഏകപാത്ര നാടകത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. ലഹരി വിരുദ്ധ ഏകപാത്ര നാടകം ജീവിതമാണ് ലഹരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ 101 പരം വേദികളിൽ അവതരിപ്പിച്ചു. കൃഷിയിലേക്ക് മടങ്ങൂ എന്ന സന്ദേശവുമായി അവതരിപ്പിച്ച രണ്ടാൾ നാടകം വയലും വീടും ഏറെ ശ്രദ്ധേയമായി. അരങ്ങ് വടകരയുടെ ധർമ്മവ്രതം എന്ന നാടകത്തിലൂടെയാണ് പ്രൊഫഷണൽ നാടകത്തിലേക്കുള്ള അരങ്ങേറ്റം. കോമൾ സ്വാമിനാഥൻ്റെ വിഖ്യാത നാടകമായ തണ്ണീർ തണ്ണീർ വടകര വരദ അവതരിപ്പിച്ചപ്പോൾ അതിലെ ചുടൽമുത്തു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നാടക ജീവിതത്തിലെ വഴിത്തിരിവ്, വടകര വരദ, കോഴിക്കോട് സങ്കീർത്തന, രംഗഭാഷ, തൃശ്ശൂർ അശ്വതി ചിത്ര, കാഴ്ച കമ്മ്യൂണിക്കേഷൻ, തിരുമന കമ്മ്യൂണിക്കേഷൻ, കലാനിലയം എന്നിവയാണ് സ്ഥിരം നാടകവേദികൾ. ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ തിയേറ്റർ ഗ്രൂപ്പായ കലാനിലയത്തിലെ പ്രധാന അഭിനേതാവാണ്. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ഗിരീഷ് കർണാട് സ്മാരക പ്രതിഭാ പുരസ്കാരം നേടിയിട്ടുണ്ട്. നാടക മേഖലയിൽ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഷാഹിദ KM, വയനാട് സ്വദേശി, ഒരു അതിജീവിതയാണ്, കർഷകയാണ്. 8 വർഷത്തെ ദുരിതപൂർണമായ ദാമ്പത്യ ജീവിതം. ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ പറക്കമറ്റാത്ത 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് വേദനയോടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. അധികം വൈകാതെ ഉപ്പയും മരണപ്പെട്ടു. സ്വന്തം ഉമ്മയുടെയും വിശന്നു കരയുന്ന തൻ്റെ 3 കുഞ്ഞുങ്ങളുടെയും മുന്നിൽ പകച്ചു നിന്നു. ജോലിയില്ല, വരുമാനമില്ല, കയ്യിൽ 1 രൂപ പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്നു പോയപ്പോഴുള്ള അവസ്ഥ, ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ സ്വന്തം മുത്തശ്ശി ഒരു പശുവിനെ നൽകി ഒരു പ്രതീക്ഷയുടെ വിത്ത് വിതറി. ആ ഊർജ്ജം കൊണ്ട് ജീവിതത്തിൽ പൊരുതി നേടാൻ തീരുമാനിച്ചു. ആദ്യ ദിവസങ്ങൾ ഭയത്തോടെ ആയിരുന്നെങ്കിലും വലിയമ്മയുടെ അനുഗ്രഹം പോലെ പതിയെ കറവ പഠിച്ചു. ജീവിതത്തിൽ ആ പശു ഒരു ചെറിയ വരുമാനത്തിൻ്റെ വാതിൽ തുറന്നു നൽകി. വീട്ടിലെ ആവശ്യങ്ങൾ ചെറുതായി നിറവേറി തുടങ്ങി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം മറ്റൊരു പശുവും, പിന്നീട് മറ്റൊന്ന്, അങ്ങനെ ഓരോന്നായി വാങ്ങി 10 പശുക്കൾ, അവയുടെ കുഞ്ഞുങ്ങൾ, ആടുകൾ, കോഴികൾ എല്ലാം അടങ്ങുന്നൊരു ഫാമായി മാറ്റി. അത്യാവശ്യം പച്ചക്കറി കൃഷി, ഇതിലൂടെ എല്ലാം വരുമാനം ലഭിച്ചു തുടങ്ങി. ഒരിക്കൽ ഇരുണ്ടതായി തോന്നിയ ജീവിതത്തിൽ പതിയെ വെളിച്ചം കടന്നു വരാൻ തുടങ്ങി. മക്കളെ അവരുടെ ഇഷ്ടത്തിന് നന്നായി പഠിപ്പിച്ചു. മകൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി. 2ാമത്തെ മകൻ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞ് 3ാമത്തെ മകനും പഠനത്തിൽ മുന്നേറുകയാണ്. വീടിൻ്റെ പണി തീർത്തു. കടങ്ങൾ ഉണ്ടായിരുന്നെല്ലാം കൊടുത്തുവിട്ടി. ഒരാളോടും കൈനീട്ടാതെ കഷ്ടപ്പെട്ട് മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു. ഒരു പശുവിൽ നിന്ന് തുടങ്ങി ജീവിതത്തിൽ നിന്ന് 2025 ഏറ്റവും കൂടുതൽ പാൽ ഡയറിയിൽ അളന്നു നൽകിയതിന് കാട്ടിക്കുളം ക്ഷീരോത്പാദന സംഘം അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. ഇതൊരു പ്രത്യേക കേസാണ്. ജീവിത വിജയം, അതിജീവിതത്തിലുള്ള ജീവിത വിജയം നേടി എന്നത് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ജിജു KS, തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശി, സാമൂഹ്യ ചാരിറ്റി പ്രവർത്തകൻ. വിളപ്പിൽശാല യുവജന ഗ്രന്ഥശാലയുടെ ബാലവിഭാഗം സെക്രട്ടറിയായി 15 വർഷം പ്രവർത്തിച്ചു. തുടർന്ന് വായനശാല കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു. സാക്ഷരതാ പ്രവർത്തനങ്ങളിൽ അധ്യാപകനായിരുന്നു. ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റ്, ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്നീ വകുപ്പുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജോലി കിട്ടുന്നതിന് മുൻപ് ട്യൂഷൻ എടുത്തിരുന്ന സമയങ്ങളിലും നിർധനരായ കുട്ടികൾക്ക് വളരെ ഫീസ് കുറച്ചും സൗജന്യമായും ട്യൂഷൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിർധനരായ കുട്ടികളെ സഹായിക്കുകയും സ്റ്റഡി മെറ്റീരിയൽ കഴിയുന്ന വിധത്തിൽ എത്തിച്ചു കൊടുക്കുകയും അവരെ വിവിധ മത്സര പരീക്ഷകൾ വിജയിപ്പിച്ചെടുക്കുവാൻ ഒരു കൈ താങ്ങായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഉദ്ദേശം 20 വർഷമായി PSC, ആർമി, നേവി, ഇതര മത്സര പരീക്ഷകൾ, മെഡിക്കൽ, എഞ്ചിനീയറിംഗ് എക്സാം എന്നിവയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ സഹായിച്ചു വരുന്നു. എൻട്രൻസ് എക്സാം, മെഡിക്കൽ എഞ്ചിനീയറിംഗ് സെക്ഷൻ, ആർമി, നേവി വിഭാഗങ്ങൾ, ബാങ്കിൻ്റെ ലീഗൽ അഡ്വൈസർ,
എന്നിങ്ങനെ വിവിധ മേഖലകളിൽ മത്സരാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുവാനായി സഹായിച്ചു വരുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ 20 വർഷമായി സ്വന്തമായി നടത്തുന്ന സേവന പ്രവർത്തനങ്ങളാണ്. ജോലി ലഭിക്കുന്നതിന് മുമ്പും ജോലി ലഭിച്ചതിന് ശേഷം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി സ്വന്തമായും ഫുട്പാത്തുകളിൽ നിന്നും സുഹൃത്തുക്കൾ വഴിയുമാണ് പുസ്തകങ്ങൾ കളക്ട് ചെയ്യുന്നത്. കൂടാതെ പത്രമാസികകൾ, വിവിധ പ്രത്യേകതകളുള്ള പത്രങ്ങൾ, മാഗസിനുകൾ എന്നിവ 40 വർഷമായി കളക്ട് ചെയ്ത് ഇവ വീടിനടുത്തുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരു റെഫറൻസ് ലൈബ്രറിയായി പ്രയോജനപ്പെടുത്തുന്നതിനും കുട്ടികൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനും പകർത്തുന്നതിനുമായി അവ പ്രത്യേകമായി ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചു കൊടുക്കുന്നുണ്ട്. പേയാട് വിദ്യാ പ്രബോധിനി വായനശാല, കാട്ടാക്കട താലൂക്ക് ജോയിൻറ്റ് കൗൺസിൽ, ഹരിശ്രീ സത്സംഗ സമിതി, CPI പുളിയറക്കോണം, വിളപ്പിൽശാല യുവജന സമാജം ഗ്രന്ഥശാല, ലയൺസ് ക്ലബ് ഇൻ്റർനാഷണൽ സ്റ്റാച്യു, ലയൺസ് ക്ലബ് കവടിയാർ, സത്യാന്വേഷണ ട്രസ്റ്റ് മുളയറ എന്നിവയുടെ ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മണ്ണൂർ രാമചന്ദ്രൻ K. മണ്ണൂർ, കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശി. ഗുരുകുല സമ്പ്രദായത്തിൽ സംസ്കൃതം പഠിച്ചു. പിതാവിൽ നിന്ന് മന്ത്രതന്ത്രാദികൾ അഭ്യസിച്ചു. 1972 ഭാഷാധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. കോളേജ് ജീവിതകാലത്ത് പുരോഗമന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടു. പുരോഗമന കലാ സാഹിത്യ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം, കുന്നംകുളം ഏരിയ ജോയിന്റ് സെക്രട്ടറി, സഹൃദയവേദി എക്സിക്യൂട്ടീവ് അംഗം, വിദ്യാരംഗം കലാസാഹിത്യവേദി ചെറുവത്തൂർ ഉപജില്ലാ കൺവീനർ, KGTA കുന്നംകുളം ഉപജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ സാഹിത്യപരവും സാംസ്കാരികപരമായ ലേഖനങ്ങൾ എഴുതി വരുന്നു. അഭിമന്യു ഇതിഹാസ നോവൽ, ചതുരം ലേഖന സമാഹാരം, സ്മാരകങ്ങൾ സ്മരണകൾ ലേഖനം, TS തിരുമുമ്പ് ജീവിതവും കൃതികളും, തിമിരിലെ തീക്കനലുകൾ, ആദികവിയുടെ നായികമാർ തുടങ്ങി ധാരാളം രചനകൾ നിർവഹിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളായി സൗഹൃദം സൂക്ഷിച്ചിരുന്നു. അധ്യാപകർക്ക് വേണ്ടി നടത്തിയ പുസ്തക നിരൂപണ മത്സരത്തിൽ തൃശൂർ ജില്ലയിൽ നിന്ന് 2 തവണ പുരസ്കാരം നേടിയിട്ടുണ്ട്. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകിയാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ബിനു മുരളീധരൻ, കൊല്ലം പള്ളിമൺ സ്വദേശി, സീനിയർ ന്യൂസ് എഡിറ്റർ, കവി, അഭിനേതാവ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. 20 വർഷമായി ദൃശ്യമാധ്യമ രംഗത്ത് ന്യൂസ് റീഡർ, ന്യൂസ് റിപ്പോർട്ടർ, ഡിബേറ്റ് ആങ്കർ, ഇന്റർവ്യൂവർ എന്നീ നിലകളിൽ വിവിധ ചാനലുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2 കവിതാ സമാഹാരങ്ങൾ പുറത്തിറക്കി. 6 സിനിമകളിലും വേഷമിട്ടു. തിക്കുറിശി ഫൗണ്ടേഷൻ, പ്രേംനസീർ സുഹൃത്ത് സമിതി, കേരള ഹോമിയോ ശാസ്ത്രവേദി, മധുരം മലയാളം ഉൾപ്പെടെ 50ഓളം പുരസ്കാരങ്ങൾ, പ്രണയ ചിതാഭസ്മം എന്ന കവിതാ സമാഹാരത്തിന് കുഞ്ഞുണ്ണി മാഷിൻ്റെ പുരസ്കാരം, ഉറുമ്പ് എന്ന ഷോർട്ട് ഫിലിമിലെ അഭിനയത്തിന് KS സേതുമാധവൻ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ജയ്ഹിന്ദ് TVയിൽ സീനിയർ ന്യൂസ് എഡിറ്ററായി വർക്ക് ചെയ്യുന്നു. ദൃശ്യമാധ്യമ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി നൃത്തകല ST, തിരുവനന്തപുരം പേയാട് സ്വദേശി, കരകൗശല നിർമ്മാതാവ്, ടെക്സ്റ്റൈൽ ആൻഡ് പ്രിന്റിംഗ് വർക്കർ, ബ്യൂട്ടീഷ്യൻ, സാക്ഷരതാ ടീച്ചർ. വിജ്ഞാന കൈരളി ഗ്രന്ഥശാല രൂപീകരിച്ചു. അതിൻ്റെ ആദ്യ ജോയിന്റ് സെക്രട്ടറിയാണ്. നിലവിൽ എക്സിക്യൂട്ടീവ് അംഗവും ആയുഷ്കാല മെമ്പറുമാണ്. സെന്റ് ത്രേസ്യ സ്കൂൾ, ജവഹർ നവോദയ വിദ്യാലയം, മാർ ഇവാനിയോസ് കോളേജ് എന്നിവിടങ്ങളിലെ ചെയർപേഴ്സൺ, PTA അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. വിവിധ സംഘടനകളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നൃത്തം, പെൻസിൽ ഡ്രോയിങ്, പെയിന്റിംഗ്, കവിതാരചന, മോഡലിംഗ് എന്നിവയും ചെയ്യുന്നുണ്ട്. കുടുംബശ്രീയുടെ 26 വർഷത്തെ പ്രവർത്തനങ്ങളിൽ പ്രസിഡന്റ്, സെക്രട്ടറി, ADS പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കലാ, സാംസ്കാരിക, സാമുദായിക സംഘടനകളിലും രാഷ്ട്രീയത്തിലും പ്രസിഡന്റ്, സെക്രട്ടറി, അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 26 വർഷമായി പ്രവർത്തിക്കുന്ന KVNRA റെസിഡൻസ് അസോസിയേഷനിൽ എക്സിക്യൂട്ടീവ് അംഗം, വനിതാവേദി പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ഡലം ജനറൽ സെക്രട്ടറിയായും ബൂത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. മഹിളാ കോൺഗ്രസിൻ്റെ വിളപ്പിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ജവഹർ ബെൽമഞ്ചിൻ്റെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിൻ്റെ കോർഡിനേറ്ററായിരുന്നു. കലാതിലകത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ്, ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ ജില്ലാ പ്രസിഡന്റ്, വ്യാപാരി വ്യവസായി അംഗം എന്നിങ്ങനെ വിവിധ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. സ്വന്തമായി ബ്യൂട്ടി പാർലർ നടത്തുന്നു. ഗാനങ്ങൾ, ആൽബം എന്നിവ പുറത്തിറക്കിയിട്ടുണ്ട്. മലയാളം ന്യൂസ് നെറ്റ്വർക്ക് കർമ്മരത്ന പുരസ്കാരവും പ്രശസ്തി പത്രവും, ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ കവിശ്രേഷ്ഠ പുരസ്കാരം, ബെസ്റ്റ് ആൽബം ലിറിക്സ് 2025 സൗത്ത് ഇന്ത്യൻ ഫിലിം അസോസിയേഷൻ അവാർഡ്, ഹിന്ദു പരിഷത്ത് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഓപ്പറേഷൻ സിന്ദൂർ അവാർഡ്, വൈക്കം മുഹമ്മദ് ബഷീർ സാംസ്കാരിക വേദിയുടെ 2025 കർമ്മരത്ന പുരസ്കാരം, മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ അനുസ്മരണത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള കർമ്മരത്ന പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്.
കലാ സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീരാജ് പൊന്നാനി. ശ്രീ ശ്രീരാജ് പൊന്നാനി മലപ്പുറം പൊന്നാനി സ്വദേശി. മിമിക്രി, സംഗീതം, പുല്ലാങ്കുഴൽ വായന, അഭിനയം എന്നിവയാണ് പ്രധാനമായി ചെയ്യുന്നത്. കാഴ്ചയുടെ പരിമിതികളെ സർഗാത്മകത കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും അതിജീവിച്ച സമാനതകളില്ലാത്ത പ്രതിഭയാണ്. കല, വിദ്യാഭ്യാസം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ ഒരേപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം സമൂഹത്തിന് വലിയൊരു പ്രചോദനമായാണ് നിലകൊള്ളുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവിൻ്റെ അടയാളമായ നെറ്റ്, JRF യോഗ്യതകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. കൂടാതെ കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഡിപ്ലോമയും കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ സർട്ടിഫിക്കേഷനും ഇദ്ദേഹത്തിനുണ്ട്. ഫ്ലവേഴ്സ് TVയിലെ കോമഡി ഉത്സവം എന്ന പരിപാടിയിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറി. ഒരു മികച്ച ടെലിവിഷൻ പെർഫോമിംഗ് ആർട്ടിസ്റ്റാണ്. സി എന്ന ഹ്രസ്വ ചിത്രത്തിൽ അഭിനയിച്ചു. ക്ഷേത്രകലയായ സോപാന സംഗീതം എന്ന കലാരൂപത്തിലെ പ്രകടനത്തിലൂടെയും പുല്ലാങ്കുഴൽ വായനയിലൂടെയും കേരളത്തിനകത്തും പുറത്തുമുള്ള വേദികളിൽ നിറസാന്നിധ്യമാണ്. ഒരു മികച്ച മോട്ടിവേഷണൽ സ്പീക്കറും എഴുത്തുകാരനുമാണ്. ബഷീറിൻ്റെ ബാല്യകാല സഖിയുടെ പഠനം പ്രസിദ്ധീകരണത്തിനായി തയ്യാറെടുക്കുന്നു. ഭിന്നശേഷിക്കാരുടെ മാനസികാരോഗ്യവും വ്യക്തിത്വ വികസനവും ലക്ഷ്യം വെച്ച് നിരവധി പദ്ധതികളും പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നു. അതീവ കാഴ്ചശക്തി വേണ്ട കുതിരസവാരി പോലുള്ള സാഹസിക വിനോദങ്ങളിലും തൻ്റേതായ ഇടം കണ്ടെത്തി പരിമിതികൾ ഒന്നിനും തടസ്സമല്ലെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുന്നു. ഇതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അതിജീവിത എന്നുള്ള കാറ്റഗറിയിലാണ്. അതിജീവിത എന്ന കാറ്റഗറിയിൽ കലാ സാംസ്കാരിക മേഖലകളിൽ തന്നിട്ടുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി പ്രസീന PO, കണ്ണൂർ പറശ്ശിനിക്കടവ് സ്വദേശി. നർത്തകിയും നൃത്ത അധ്യാപികയുമാണ്. സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലേ നൃത്ത ലോകത്തേക്ക് കടന്നു വന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ചു. UP സ്കൂൾ പഠനകാലം മുതൽ സ്കൂൾ കലോത്സവ വേദികളിൽ നിറസാന്നിധ്യമായിരുന്നു. കലോത്സവ വേദികളിൽ ഉന്നത സ്ഥാനവും സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. സമ്മാനാർഹയാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തമായി പറശ്ശിനിക്കടവിൽ ശ്രീ മുത്തപ്പൻ നൃത്ത വിദ്യാലയം എന്ന പേരിൽ നൃത്ത വിദ്യാലയം നടത്തിവരുന്നു. പ്രസീന സ്മിത്തിൻ്റെ കീഴിൽ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മുടിപ്പുര തിരുസന്നിധിയിൽ വെച്ച് നിരവധി സ്വന്തം ശിഷ്യഗണങ്ങളുടെ അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. കൂടാതെ നിരവധി ക്ഷേത്രങ്ങളിലും പൊതുവേദികളിലും നൃത്ത കച്ചേരി അവതരിപ്പിക്കാൻ ഭാഗ്യമുണ്ടായി. 2023 പുതുച്ചേരിയിൽ വെച്ച് നടന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. 2024 കൊച്ചിയിൽ വെച്ച് നടന്ന മൃദംഗനാഥം ഡാൻസ് പ്രോഗ്രാമിൽ നൃത്തം ചെയ്യുകയും നിരവധി ശിഷ്യഗണങ്ങളെ അതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വേൾഡ് റെക്കോർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. 30 വർഷമായി നൃത്തലോകത്ത് തുടർന്നു പോകുന്നു. നൃത്ത അധ്യാപന രംഗത്ത് 15 വർഷത്തോളം പരിചയസമ്പത്ത് നേടിയിട്ടുണ്ട്. പറശ്ശിനിക്കടവിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നീ ശാസ്ത്രീയ നൃത്ത ഇനങ്ങളിൽ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ എല്ലാ പ്രായത്തിലുള്ളവർക്കും ക്ലാസുകൾ നൽകി വരുന്നു. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ശരത് കലാചിത്ര, അടൂർ സ്വദേശി. പാരമ്പര്യമായി ക്ഷേത്ര ദാരുശില്പ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ക്ഷേത്രശില്പിയായ ഡോക്ടർ പുഷ്പരാജ് ആചാര്യയുടെ കീഴിൽ ക്ഷേത്ര നിർമ്മാണത്തിൽ ഭാഗമാകുകയും കർണാടകയിലെ പ്രശസ്തമായ ചന്ദ്രമൗലീശ്വര ക്ഷേത്ര കവാടത്തിൽ വ്യത്യസ്ത രീതിയിൽ വ്യാളി ശില്പം നിർമ്മിക്കുകയും ചെയ്തു. കൂടാതെ ദ്വാരപാലകർ, നവഗ്രഹങ്ങൾ എന്നിവയും പല ക്ഷേത്രങ്ങളിലായി ചെയ്തു വരുന്നു. മണ്ണടി വേലുത്തമ്പി ദളവ ചരിത്ര മ്യൂസിയത്തിലേക്കായി വേലുത്തമ്പി ദളവ സ്വയം വീരമരണത്തിന് നിൽക്കുന്ന ശില്പം ഫൈബർ ഗ്ലാസിൽ ചെയ്തിട്ടുണ്ട്. സുഗതകുമാരി ടീച്ചറിൻ്റെ സുഗത നവതി ആഘോഷത്തിൻ്റെ ഭാഗമായി ആറന്മുള ശ്രീ വിജയാനന്ദ വിദ്യാപീഠത്തിലേക്ക് സുഗതകുമാരി ടീച്ചറിൻ്റെ അർദ്ധകായ പ്രതിമ ചെയ്തിട്ടുണ്ട്. പ്രശസ്തരായ സിനിമാ നടന്മാരുടെയും വാദ്യകലാകാരന്മാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും മിനിയേച്ചർ ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. കലയോടുള്ള ആത്മസമർപ്പണത്തിന് ധാരാളം ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. ശില്പനിർമ്മാണ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ വിഷ്ണു അരുൺ, തിരുവനന്തപുരം വഞ്ചിയൂർ സ്വദേശി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്ത്രജ്ഞനും സംരംഭകനും. നൂതന ഡിജിറ്റൽ പരിഹാരങ്ങളിലൂടെ ബ്രാൻഡ് വളർച്ച നയിക്കുന്നു. ഈ മേഖലയിൽ 6 വർഷത്തിലേറെ പരിചയസമ്പന്നൻ. 3T ഡൈനാമിക്സിൻ്റെ സഹസ്ഥാപകൻ. സ്ഥാപനങ്ങൾക്കും മാധ്യമങ്ങൾക്കും വേണ്ടി ക്യാമ്പയിനുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. പ്രമുഖ ടെലിവിഷൻ പരിപാടിയുടെ സഹനിർമ്മാതാവായി മീഡിയ പ്രൊഡക്ഷനിലേക്ക് കടന്നുവന്നു. രാജ്യത്തുടനീളമുള്ള ബിസിനസ്സുകളെയും വിദ്യാഭ്യാസ മേഖലകളെയും ശാക്തീകരിക്കുന്ന സാങ്കേതികവിദ്യയായ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ വക്താവാണ്. ലീഡ് ജനറേഷൻ, പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഫണൽ ഒപ്റ്റിമൈസേഷൻ, മെറ്റാ പരസ്യങ്ങൾ, ഗൂഗിൾ പരസ്യങ്ങൾ, SEO, സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, പ്രോജക്റ്റ് ഏകോപനം, ബജറ്റിംഗ്,
പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, ഗവൺമെൻറ്റുമായി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി തന്ത്രപരമായ പങ്കാളിത്തം എന്നിവയിലാണ് പ്രധാനമായും പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ റിക്രൂട്ട്മെൻറ്റ് മേഖലകളിൽ വൈദഗ്ധ്യം നേടിയ ഒരു മുൻനിര ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിക്ക് നേതൃത്വം നൽകുന്നു. സമഗ്രമായ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ എക്സ്പോകളിലൊന്നായ ഏഷ്യാനെറ്റ് ന്യൂസ് എഡ്യൂഫെസ്റ്റ് 24 ഡിജിറ്റൽ ഔട്ട്റീച്ചും ലീഡ് ജനറേഷൻ തന്ത്രവും വികസിപ്പിച്ചു കൊടുത്തു. അക്ബർ അക്കാഡമിക്ക് വേണ്ടി വ്യോമയാന ഹോസ്പിറ്റാലിറ്റി പരിശീലനത്തിനായി ഒപ്റ്റിമൈസ് ചെയ്ത റിക്രൂട്ട്മെൻറ്റ് ഫണലുകൾ ചെയ്തു. സർക്കാർ പിന്തുണയുള്ള സാങ്കേതിക പരിപാടികൾക്കായി ഡിജിറ്റൽ അവബോധ ക്യാമ്പയിനുകൾ കെൽട്രോണിന് വേണ്ടി നടപ്പിലാക്കി. ഡിജിറ്റൽ ഫുട്പ്രിൻറ്റും സ്റ്റുഡൻസ് എൻറോൾമെൻറ്റും വർദ്ധിപ്പിക്കുന്നതിനായി നിരവധി കോളേജുകളുമായും പരിശീലന അക്കാദമികളുമായി പങ്കാളിത്തം സ്ഥാപിച്ചു. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ മലയാളം ടെലിവിഷൻ സീരിയൽ സീതാ കല്യാണത്തിൻ്റെ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിൽ നിർണായകമായ പങ്ക് വഹിച്ചു. ഉയർന്ന പ്രൊഡക്ഷൻ നിലവാരവും സ്ഥിരമായ വ്യൂവർഷിപ്പ് റേറ്റിംഗുകൾ ഉറപ്പാക്കുന്നതിന് ക്രിയേറ്റീവ് ടീമുകളും നെറ്റ്വർക്ക് എക്സിക്യൂട്ടീവുകളും തമ്മിൽ ഏകോപിച്ചു. ഡിജിറ്റലി എംപവേർഡ് സൊസൈറ്റിയെയും നോളജ് ഇക്കണോമിയും കോർത്തിണക്കി ബിസിനസ് രീതികളെ സമന്വയിപ്പിക്കുന്നതിന് സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. നാട്യശ്രീ മനുജ MS, തിരുവനന്തപുരം മടവൂർ സ്വദേശി, നർത്തകിയായും നൃത്ത അധ്യാപികയായും പ്രവർത്തിച്ചു വരുന്നു. 21 വർഷമായി നൃത്തരംഗത്ത് സജീവം. ദേവി കലാകേന്ദ്രം പള്ളിക്കൽ, ശ്രീ മഹാദേവ കലാകേന്ദ്രം പോരേടം, രാമയം നൃത്തവിദ്യാലയം വെളിനല്ലൂർ എന്നീ നൃത്ത സംഗീത വിദ്യാലയങ്ങളുടെ ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്നു. പ്രമുഖ നർത്തകരോടൊപ്പം നിരവധി വേദികളിൽ നൃത്തം ചെയ്തു വരുന്നു. മ്യൂസിക് ആൽബങ്ങൾക്ക് നൃത്ത സംവിധാനം ചെയ്യുന്നു. നാട്യശ്രീ പുരസ്കാരം, JC ഡാനിയൽ ഫിലിം സൊസൈറ്റി കൾച്ചർ ഏർപ്പെടുത്തിയ നാട്യമയൂരി പുരസ്കാരം, കലാശ്രീ പുരസ്കാരം, കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ്, 2023 വ്യാസ ആൽബം ഫെസ്റ്റിവൽ മികച്ച നൃത്ത സംവിധായിക്കുള്ള അവാർഡ്, മഹാരാജ സ്വാതി തിരുനാൾ പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട്. ഭരതനാട്യത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അഭിജിത്ത് തിരുവമ്പാടി, പത്തനംതിട്ട ജില്ലയിലെ പന്തളം കൂരമ്പാല സ്വദേശി, ശില്പകല, ചിത്രകല, കമ്പ്യൂട്ടർ ആനിമേഷൻ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. ഏകദേശം 100-ലധികം ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവ ചെട്ടുകുളകര 13-ാം കരയായ നടക്കാവ് കുതിരയിലെ ദ്വാരപാലികമാർ, ചെട്ടുകുളകര 1-ാം കരയായ ഈരേഴ് തെക്കിലെ പ്രഭടയിലെ ചില ഭാഗങ്ങൾ, കൊല്ലം മുളങ്കാടകം ക്ഷേത്രത്തിലെ പ്രധാന മുഖപ്പ്, എറണാകുളം പുന്നശ്ശേരി മനയിലെ തേവാരമൂർത്തിയായ പൂർണ്ണത്രയീശൻ, മലപ്പുറം വേട്ടയ്ക്കൊരു മകൻ തേവാരമൂർത്തി, തിരുവനന്തപുരം കൂട്ടുമ്മൽ ഇല്ലത്തിക്ക് നിർമ്മിച്ച അനന്തശയന തേവാരമൂർത്തി, ഗുരുനാഥൻ്റെ കൂടെ ഭദ്രകാളി മുടികൾ തുടങ്ങി ധാരാളം ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. 2022 കർമ്മശ്രേഷ്ഠ പുരസ്കാരം, നിരവധി രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക സംഘടനകളുടെ സ്നേഹാദരങ്ങൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. ശില്പകലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഷൈനി പ്രകാശ്, കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി, കേരളത്തിൻ്റെ തനത് കലാരൂപമായ നാടൻ പാട്ടിൻ്റെയും സാഹിത്യത്തിൻ്റെയും ലോകത്ത് പ്രവർത്തിക്കുന്നു. സ്കൂൾ, കോളേജ് കാലഘട്ടം മുതൽ കവിത, ലളിതഗാനം, കേരളോത്സവം തുടങ്ങിയ മത്സരങ്ങളിൽ നിരന്തര വിജയിയായിരുന്നു. കഴിഞ്ഞ 16 വർഷത്തിലേറെ പല വേദികളിലും കലാലയങ്ങളിലും സാംസ്കാരിക കൂട്ടായ്മകളിലും പാട്ടും കൊട്ടുമായി നിറസാന്നിധ്യം. 2025 മാതൃഭൂമി ഫെഡറൽ ബാങ്ക് നാടൻ പാട്ട് മത്സരത്തിൽ സംസ്ഥാനതല ഗ്രാൻഡ് ഫിനാലയിൽ കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് ജേതാവായി. പാട്ടുകൂട്ടം കോഴിക്കോട് സംഘടിപ്പിച്ച സംസ്ഥാനതല മത്സരത്തിൽ മികച്ച പ്രകടനത്തിന് കലാഭവൻ മണി പുരസ്കാരം ലഭിച്ചു. മലയാള മനോരമ ഓണം കവിതാ മത്സരം സംസ്ഥാന തലത്തിൽ നടത്തിയപ്പോൾ 1-ാം സ്ഥാനം ലഭിച്ചു. സ്വന്തം നാടൻപാട്ട് സംഘമായ തുടിതാളം ഫോക്ക് ബാൻഡിലൂടെ കേരളത്തിലുടനീളം നിരവധി വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നു. ഓണപ്പാട്ട് ആൽബങ്ങൾക്കും നാടൻ പാട്ടുകൾക്കും വരികൾ എഴുതി സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. നഴ്സറി കുട്ടികൾ മുതൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് വരെ നാടൻ പാട്ട് ക്ലാസുകൾ നൽകുന്നു. മിക്ക വിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവങ്ങൾ, കലോത്സവങ്ങൾ എന്നിവയുടെ ഉദ്ഘാടകയാണ്. ദേവസംഗീതം, ഭജൻസ് എന്ന ഭക്തിഗാന സംഘത്തിൽ അംഗമായി പ്രവർത്തിക്കുന്നു. കലയോടൊപ്പം തന്നെ സാമൂഹ്യ സേവന രംഗത്തും സജീവമാണ്. നിലവിൽ അംഗനവാടി വർക്കറായി സേവനമനുഷ്ഠിച്ചു വരുന്നു. കലാരംഗത്തെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി MK ഉഷാകുമാരി, എറണാകുളം ആലുവ സ്വദേശി, കവയിത്രി, മനുഷ്യാവകാശ പ്രവർത്തക, ചാരിറ്റി പ്രവർത്തക. ധാരാളം കവിതകൾ രചിച്ചിട്ടുണ്ട്. ഉഷാകുമാരി ടീച്ചറുടെ കവിതകൾ എന്ന പേരിൽ കവിതാ സമാഹാരം രചിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കവിതകൾ വീഡിയോയിലാക്കിയും ചിത്രീകരിച്ചിട്ടുണ്ട്. 2019-20 ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം. മികച്ച പ്രധാന അധ്യാപികയ്ക്കുള്ള ആലുവ
കുഞ്ഞുണ്ണിക്കര ദ്വീപ് നിവാസികളുടെ ഉപഹാരം തുടങ്ങി ധാരാളം ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ വന്നപ്പോൾ ആലുവ പാലിയേറ്റീവ് കെയറിലെ 16 രോഗികൾക്ക് 1 മാസത്തോളം ഭക്ഷണം നൽകി. ലോക്ക്ഡൗൺ കാലത്ത് ഓൺലൈൻ പഠനത്തിനായി ആലുവയിലെ വിവിധ സ്കൂളുകളിലേക്ക് മൊബൈൽ ഫോണുകൾ വാങ്ങി നൽകിയുണ്ടായി. വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഓക്സിമീറ്റർ നൽകി. ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ അംഗൻവാടികളിലേക്ക് ലോക്ക്ഡൗൺ കാലത്ത് പഠനോപകരണങ്ങളും ടിവികളും വാങ്ങി നൽകിയുണ്ടായി. പറവൂരും ആലുവയിലുമുള്ള ക്യാൻസർ രോഗികൾക്ക് കട്ടിലും കിടക്കയും നൽകിയിട്ടുണ്ട്. നിലവിൽ ആലുവയിലെ അമ്മ താര ചാരിറ്റബിൾ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നു. റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ആണ്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. കുമാരി ഗൗരി കൃഷ്ണ, തിരുവനന്തപുരം കുമാരപുരം സ്വദേശി, നൃത്തം, അഭിനയം, മോഡലിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. നിരവധി സംഗീത ആൽബങ്ങളിൽ നായികാവേഷം ചെയ്തു. ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നു. മാൻകോട് മ്യൂസിക്കൽ ബാൻഡ് സൂപ്പർ ഹിറ്റ് ആൽബമായ എൻ്റെ പുള്ളിക്കാരനിൽ നായികാവേഷവും നിർമ്മാണവും ചെയ്തു. തുടർച്ചയായി 7 വർഷം മൂകാംബിക ക്ഷേത്രങ്ങളിൽ നൃത്തം അവതരിപ്പിക്കുകയുണ്ടായി. സിനിമ, ആൽബം, ഷോർട്ട് ഫിലിം എന്നീ മേഖലകളിൽ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മോഡലിംഗ് രംഗത്ത് സെക്കൻഡ് റണ്ണറപ്പാണ്. ഭരതനാട്യത്തിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് റെക്കോർഡ് ഓഫ് യൂണിയൻ എന്നീ അവാർഡുകളും കൂടാതെ 2026 സംസ്ഥാന സ്കൂൾ കലോത്സവ വിന്നറുമാണ്. തെക്കൻ സ്റ്റാർ മീഡിയ ഡ്രാമ ആൻഡ് ഫിലിം സൊസൈറ്റി 3rd ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ബെസ്റ്റ് ചൈൽഡ് ആക്ടർ അവാർഡ്, ദേശീയ മലയാളം വേദി അവാർഡ്, വയലാർ പുരസ്കാരം അവാർഡ്, പ്രേം നസീർ സൂട്ട്സ് സമിതി അവാർഡ്, CSFF 2025 ബെസ്റ്റ് ചൈൽഡ് ആക്ടർ അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.